സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭാഗവതത്തിൽ രാമാവതാരം പറയുമ്പോൾ പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ച് തന്റെ പാദത്തിനെ, തന്റെ സ്വരൂപത്തിനെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ വെച്ചിട്ടും അറിഞ്ഞു. അതുപോലെ സപ്താഹം കഴിയുമ്പോൾ ഭാഗവതം അഥവാ നാരായണീയം നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ വളരെ വയസ്സായ ഒരു അമ്മയ്ക്ക് ചെവി കേൾക്കോ? പറഞ്ഞാൽ കേൾക്കോ? കേൾക്കും. 99 വയസ്സായ ഒരമ്മ സംശയം ചോദിച്ച് എഴുതി തന്നിട്ടുണ്ട്. നല്ല ഒരു സംശയം, മഹാഭാരതത്തിൽ നിന്നുള്ള സംശയമാണ്. അമ്മയ്ക്ക് കേൾക്കണ്ടോ? കേൾക്കണ്ടോ? മഹാഭാരതത്തിൽ നിന്നുള്ള സംശയമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് രാമായണത്തില് പറയുന്നുണ്ട്. അവരവരുടെ കർമ്മത്തിന്റെ ഫലം അവരവരനുഭവിക്കണം. ഇത് മാറ്റാൻ പറ്റാത്ത ഒരു നിയമമാണ്. കർമ്മം എന്ന് വെച്ചാൽ വാസന തന്നെയാണ് കർമ്മം, കർമ്മം തന്നെയാണ് വാസന. കർമ്മത്തിൽ നിന്ന് വാസനയും, വാസനയിൽ നിന്ന് കർമ്മവും. എന്ത് കർമ്മം ചെയ്താലും വാസന ഉണ്ടാവണു, അതുകൊണ്ട് ബന്ധിക്കപ്പെടുന്നു. അതിന്റെ ഫലം അനുഭവിച്ചേ ഒക്കൂ. അപ്പൊ ഇതാണ് നിയമം. ഇങ്ങനെ ഇരിക്കെ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർ കുരുടനായി പിറന്നത് അച്ഛനമ്മമാരുടെ കർമ്മഫലം കൊണ്ടാണ് എന്ന് പറയുന്നു. അതായത് വ്യാസമഹർഷിയെ അംബിക കണ്ണടച്ച് സ്വീകരിച്ചത് കൊണ്ടാണ് മകൻ കുരുടനായിട്ട് ജനിച്ചത് എന്ന് പറയുന്നു. അതിന്റെ തത്വം ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാം എന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. മഹാഭാരതം ലോകമാണ്. മഹാഭാരതം. അടുത്ത ചോദ്യം ഇതിനേക്കാളും നല്ലൊരു ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിന് ചുരുക്കമായിട്ടൊന്ന് പറയാം. മഹാഭാരതം ലോകമാണ്. മഹാഭാരതം എഴുതിയ വ്യാസൻ തന്നെ പറഞ്ഞു, യദിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത്. എന്ത് ഭാരതത്തിലുണ്ടോ അത് മറ്റുള്ള ലോകത്തിലൊക്കെ കണ്ടു എന്ന് വരാം. പക്ഷെ ഭാരതത്തിൽ ഇല്ലാത്ത ഒന്ന് ലോകത്തിൽ കാണാൻ പറ്റില്ല എന്ന്. എല്ലാം അവിടെ ഉണ്ട്. ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, അജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. ഭാരതം മുഴുവൻ വ്യാസഭഗവാൻ ധർമ്മത്തിനെ ഒന്ന് വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ വ്യാസൻ തന്നെ പറയണു, ഞാൻ പരാജയപ്പെട്ടു എന്ന്. ധർമ്മം തലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. ആളുകളെയൊക്കെ ധർമ്മപഥത്തിലേക്ക് നയിക്കണം. ജനങ്ങൾ അധർമ്മം ചെയ്യാൻ പാടില്ല, ധർമ്മം ചെയ്യണം എന്ന് വ്യാസഭഗവാൻ ആദ്യം വിചാരിച്ചു. അതിനെന്തു വേണം? ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അത് ചെയ്യിപ്പിക്കണം. അധർമ്മം എന്താണെന്ന് പറഞ്ഞുകൊടുത്ത് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അപ്പോ അത് ഒരുപാടിടത്ത് ചർച്ച ചെയ്ത് മഹാഭാരതത്തിൽ എഴുതി വെച്ചു. എന്നിട്ട് അവസാനം വ്യാസൻ പറയണത്, ഊർധ്വബാഹുർ വിരൗമ്യേഷ നച കശ്ചിത് ശൃണോതി മേ ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മഃ കിം ന സേവ്യതേ. കൈ രണ്ടും ഉയർത്തി വെച്ചുകൊണ്ട് ഞാനിതാ ബദ്രീനാഥത്തിലെ മലയുടെ മുകളിൽ നിന്ന് നിലവിളിക്കണം. എന്നിട്ടും ആരും കേൾക്കണില്ലല്ലോ. ധർമ്മത്തിനെ ആശ്രയിച്ചുകൊണ്ട് അർത്ഥകാമങ്ങളെ അനുഭവിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ധർമ്മത്തിനെ മുഖ്യമായി പിടിക്കൂ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കണില്ലല്ലോ. ധർമ്മം പ്രസംഗാദപിന ആചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതദ്ധി മനുഷ്യലോകേ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. ഒരു പാത്രത്തിൽ അമൃതവും ഒരു പാത്രത്തിൽ വിഷവും. അമൃതത്തിനെ തട്ടിക്കളഞ്ഞ് മെനക്കെട്ട് വിഷമെടുത്ത് കുടിക്കണമെന്ന്. ആശ്ചര്യമാണ് ഈ ലോകം. അപ്പോ വ്യാസന് അവിടെ ധർമാധർമ്മ ചിന്തയെ കുറിച്ച് കുറച്ച് ചിത്തം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭാഗവതം എഴുതേണ്ടി വന്നത്. അതിരിക്കട്ടെ. ഇപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ
വ്യാസര് തന്നെയാണ് ഇവരുടെ ഒക്കെ കുലപരമ്പരയെ ഉണ്ടാക്കിയ ആള്. ഈ മഹാഭാരത യുദ്ധത്തിൽ സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ എങ്ങനെ സ്ഥാനമുണ്ടോ അതേപോലെ വ്യാസനും സ്ഥാനം. വ്യാസന്റെ കുടുംബമാണ് ഇത്, അല്ലാതെ വേറെ ആരുടെയും കുടുംബമല്ല. ദുര്യോധനാദികളൊക്കെ വ്യാസന്റെ കുടുംബമാണ്, വ്യാസന്റെ പേരക്കുട്ടികളാണ്. വ്യാസന്റെ പുത്രനാണ് ധൃതരാഷ്ട്രർ, വ്യാസന്റെയാണ് ബീജം. അതാണ് വ്യാസായ വിഷ്ണുരൂപായ, വ്യാസായ രുദ്രരൂപായ എന്നാണ് ഒരു വിധത്തിൽ പറയേണ്ടത്. എന്താന്ന് വെച്ചാൽ നശിക്കാൻ വേണ്ടതൊക്കെ വ്യാസന്റെ ബീജത്തുനിന്ന് ഉണ്ടായി. സംസാരനാശം, ലോകക്ഷയം. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത. കൃഷ്ണൻ എങ്ങനെ പറഞ്ഞു അതേപോലെ വ്യാസനെയും പറയണം. വ്യാസനാണ് ഇതിന് ഒരു വിധത്തിൽ മൂലകാരണം. ഇത്ര വലിയ തപസ്വിയായ ഋഷി പിതാവായി കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ പരമ്പര അങ്ങനെ ദുഷിച്ചു എന്ന് വെച്ചാൽ, എത്ര തപസ്വിയായ പിതാവാണെങ്കിലും ഒരു വശത്ത് തപസ്സിന്റെ ശക്തി, പക്ഷെ സ്വീകരിച്ചവരുടെ മനസ്സ് തികച്ചും വിമിഷ്ടത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. അതിനനുസരിച്ച് ഫലം. തികച്ചും വിമിഷ്ടത്തോടുകൂടെ വ്യാസൻ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് തന്റേതായൊരു സ്വഭാവമോ സ്വരൂപമോ ഒന്നുമില്ല. നല്ലത് ചീത്ത ഒന്നും ബ്രഹ്മത്തിലില്ല. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ഒരാളല്ല, ബ്രഹ്മമാണ്. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. വ്യാസായ വിഷ്ണുരൂപായ. അതാണ്, വ്യാസൻ ഭഗവാനാണ്. അപ്പൊ വ്യാസന് നല്ലതുമില്ല, വ്യാസന് ചീത്തയുമില്ല. ജ്ഞാനികൾ കണ്ണാടി പോലെയാണ്. അവരുടെ മുമ്പിൽ ഒരാള് പരമദുഷ്ടനായി വന്നിരുന്നാൽ ആ ദുഷ്ടത കണ്ണാടിയിൽ പ്രതിബിംബിക്കും. നല്ല മനുഷ്യർ വന്നിരുന്നാൽ ആ നന്മ അവരുടെ മുമ്പിൽ പ്രതിബിംബിക്കും. അവർക്കായിട്ടൊന്നുമില്ല. അപ്പൊ വ്യാസഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം എന്ന് കൃഷ്ണൻ പറഞ്ഞല്ലോ. ആ കൃഷ്ണൻ തന്നെയാണ് വ്യാസൻ. അംബികയുടെ അടുത്തേക്ക് വ്യാസഭഗവാൻ പോയി കണ്ണടച്ചു പിടിച്ചുകൊണ്ട് വെറുപ്പോടുകൂടെ വ്യാസനെ നോക്കി. അതായത് വ്യാസഭഗവാൻ സംഗമത്തിന് വന്നപ്പോ നോക്കണം, ഇതൊക്കെ മഹാഭാരതത്തിലെ ചില തത്വങ്ങളൊക്കെ കാണണം. പുത്രോത്പത്തി എന്ന് പറയണത് നല്ലതുമല്ല ചീത്തയുമല്ല. ഋഷികളുടെ സമ്പ്രദായത്തിൽ പുത്രോദ്ഭവം എന്ന് പറയണത് ലോകമംഗളത്തിന് വേണ്ടിയിട്ട്. പുത്രന്മാരുണ്ടാവാതെ നിവൃത്തിയില്ല, പുത്രനോ പുത്രിയോ. പക്ഷെ ഉണ്ടാവണത് ലോകത്തിന് മംഗളത്തിനായിരിക്കണം എന്നൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. കാമത്തിന് വേറെ ഒരു പ്രയോജനവുമില്ല എന്നാണ് ഋഷികൾ. അല്ലാതെ വേറെ ഒറ്റ പ്രയോജനവുമില്ല. ആ കാമം മൃഗങ്ങളിലും മറ്റുമൊക്കെ തന്നെ ശരീരത്തിന്റെ തലത്തിൽ നിൽക്കണ പോലെ ഋഷികളിലും ശരീരത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കും. അവർക്ക് മാനസിക വ്യാപാരമേ ഉണ്ടാവില്ല. അങ്ങനെയാണ് വ്യാസാദികൾ ഈ നിയോഗം ചെയ്യണത്. അങ്ങനെ നിയോഗത്തിന് വ്യാസഭഗവാനെ ഏൽപ്പിച്ചു. അമ്മ സത്യവതി പറഞ്ഞു ശരി. അങ്ങനെ അംബികയുടെ അടുത്ത് ചെന്നപ്പോ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് എന്തോ ഒരു ഘോരസത്വത്തിനെ കാണണ പോലെ ആ ഘോരഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച് പിടിച്ചു. നോക്കണം, എന്ത് വികാരത്തോടുകൂടെ ബ്രഹ്മത്തിനെ സമീപിക്കുന്നു ആ വികാരം സത്യമായി പ്രകാശിക്കും. അതാണ് നിയമം. ഏത് ഭാവത്തിനെ വെച്ചുകൊണ്ട് ബ്രഹ്മധ്യാനം ചെയ്യുന്നു ആ ഭാവം പ്രകാശിക്കും. ഇവൾ അറപ്പോടുകൂടെയും ദ്വേഷത്തോടുകൂടെയും അനേക നമുക്ക് ഊഹിക്കാം ആ സ്ത്രീയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും വ്യാസൻ മുമ്പിൽ വന്ന് നിന്നപ്പോ. ആ ഭാവത്തോടുകൂടെ പൂർണ്ണ ബ്രഹ്മരൂപമായ വ്യാസനെ സമീപിച്ചപ്പോൾ കണ്ണടച്ചു പിടിച്ചതിന്റെ ഫലമായിട്ട് കുരുടനായിട്ടും അനേക കോംപ്ലക്സസ്, ജടിലതകൾ ഉള്ളില്, അതിന്റെ ഫലമായിട്ട് അനേക ജടിലതകൾ ഉള്ളവനും ആയിട്ടുള്ള ധൃതരാഷ്ട്രർ ജനിച്ചു. മറ്റേ അമ്മ വിളറിക്കൊണ്ടു സമീപിച്ചു, പാണ്ഡു ജനിച്ചു. ദാസി പെണ്ണിന് വ്യാസന്റെ മഹത്വം അറിയാം. വ്യാസന്റെ മഹത്വം അറിഞ്ഞ് പരമാത്മബുദ്ധിയോടുകൂടെ തന്നെ വ്യാസഭഗവാനെ നമസ്കരിച്ച് പൂജിച്ചുകൊണ്ട് സമീപിച്ചപ്പോ പരമജ്ഞാനിയായ വിദുരർ ജനിച്ചു. ഇതിൽ വ്യാസന്റെ അംശം ഒന്നുമില്ല, ചൈതന്യം മാത്രം. വ്യാസന്റെ മനസ്സൊക്കെ ഈ സ്ത്രീകളുടെയാണ്. ഉണ്ടായ പുത്രന്മാരിൽ ആ ജീവാംശം മാത്രമേ വ്യാസൻ കൊടുത്തുള്ളൂ. ബ്രഹ്മജ്ഞാനികൾക്ക് ജീവാംശമല്ലാതെ മനസ്സ് കൊടുക്കാനില്ല. ഒരു അച്ഛന്റെ മനസ്സും അമ്മയുടെ മനസ്സും ചേർത്തി കൊടുത്തിട്ട് ആ കുട്ടികളെ ഉണ്ടാക്കണത്. അപ്പോ ഇവിടെ വ്യാസൻ ജീവാംശം മാത്രമേ കൊടുത്തുള്ളൂ, മനസ്സ് മുഴുവൻ ഈ മൂന്ന് സ്ത്രീകളുടെയുമാണ്. ദാസിക്ക് ഭക്തിയുടെ അംശം ഉണ്ടായിരുന്നതുകൊണ്ട് വിദുരർ അങ്ങനെ ജനിച്ചു.
അംബികയ്ക്കും അംബയ്ക്കും അതുപോലെ മനസ്സുണ്ടായിരുന്നതുകൊണ്ട് അതുപോലെയുള്ള കുട്ടികൾ ജനിച്ചു. ഇതാണ് അതിന്റെ പുറകിലുള്ള കാര്യം. ഇനി അടുത്തത് അമ്മ ഒരു നല്ല ചോദ്യം ചോദിച്ചു. ഗാന്ധാരി പാണ്ഡുവിന്റെ എഴുതിയിട്ടുണ്ട്, അല്ല ധൃതരാഷ്ട്രരുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് അദ്ദേഹത്തെ മനസ്സാ വരിച്ചു. അല്ല, ധൃതരാഷ്ട്രരെ വരിച്ചു, വിവാഹം കഴിച്ചു. ധൃതരാഷ്ട്രരെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചപ്പോ പുരുഷൻ കുരുടനാണെന്ന് അറിഞ്ഞതുകൊണ്ട് താനും ഒരു കണ്ണ് തുണി കൊണ്ട് കെട്ടി ഭർത്താവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കൈതവധർമ്മം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഇവിടെ തന്നെ സംശയം, ഈ സ്ത്രീ കണ്ണ് കെട്ടാതിരുന്നുവെങ്കിൽ ഭർത്താവിനെ വഴി നയിക്കാമായിരുന്നുവല്ലോ എന്നാണ്. ഭഗവത്ഗീതയെ മുഴുവൻ അങ്ങനെ താത്വികമായി വ്യാഖ്യാനിക്കാം. അമ്മ ചോദിക്കുന്നത് അതാണ്. ഭർത്താവിന് കണ്ണ് കാണാൻ വയ്യ, ഭാര്യ എന്തു വേണം? കണ്ണ് കാണാൻ വയ്യാത്ത ഭർത്താവിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി സഹായിക്കണം. അതിനു പകരം ഭാര്യയും കണ്ണ് കെട്ടിയാൽ എന്താവും? ഇതാണോ പതിവ്രതയുടെ ധർമ്മം എന്നാണ് നല്ല ചോദ്യം. അതാണ് ധർമ്മത്തിനെ അബദ്ധമായിട്ട് ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അബദ്ധമാണ് ആ കുടുംബം മുഴുവൻ ഉണ്ടായത്. ജ്ഞാനത്തിന് ജനിക്കുന്ന കുട്ടികളാണ് ഈ പഞ്ചപാണ്ഡവർ. ധൃതരാഷ്ട്രർ എന്ന് വെച്ചാൽ ജീവൻ, അജ്ഞാനിയായ ജീവൻ. ധാർത്തം രാഷ്ട്രം, തന്റേതല്ലാത്ത രാഷ്ട്രത്തിനെ തന്റേതെന്ന് ധരിക്കുന്നവൻ ശരീരാഭിമാനിയായ ജീവനാണ് ധൃതരാഷ്ട്രൻ. ആ ജീവന് സ്വയമേവ കണ്ണില്ല. അജ്ഞാനം കൊണ്ട് അകത്തേക്കും പുറത്തേക്കും കണ്ണില്ല. എന്നാൽ വഴി കാണിക്കേണ്ട ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയാണ് ഗാന്ധാരി. ആ ഗാന്ധാരി തന്റെ കണ്ണ് സ്വയമേവ കെട്ടി. അങ്ങനെ ഗാന്ധാരി കണ്ണടച്ച് കെട്ടിയതോടുകൂടെ അങ്ങനെയുള്ള അജ്ഞാനിയായ ജീവന് ജനിക്കുന്ന നൂറ്റിക്കണക്കിന് ആശകളാണ് ഈ കൗരവര് മുഴുവൻ. വഴി കാണിക്കേണ്ട ഗാന്ധാരി തന്റെ കണ്ണ് കെട്ടിയതുകൊണ്ട് ഈ നൂറ്റിക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ വഴി പിഴച്ചുപോയി. കുന്തിദേവി തന്റെ ധർമ്മം, കുന്തിദേവി നല്ല അമ്മയായിരുന്നു, ഗാന്ധാരി ഭാര്യയായിരുന്നു. അമ്മ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഗാന്ധാരി ഭാര്യയായിരുന്നു, കുന്തിദേവി മാതാവായിരുന്നു. അതിന്റെ ഫലമാണ് മക്കൾ അങ്ങനെ ഭാര്യ മാത്രമായിരുന്നതുകൊണ്ട് നമ്മളപ്പോ നമ്മളുടെ ആധുനിക സംസ്കാരത്തിൽ മാതൃത്വം വേണമോ ഭാര്യാത്വം വേണമോ ഒന്നും നിരൂപിക്കണം. മാതൃത്വം സ്ത്രീക്ക് ജന്മനാമുള്ളതാണ്, ഭാര്യാത്വം വന്നിട്ട് പോണതാണ്. അപ്പൊ മാതൃത്വം, യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഭാര്യാരൂപേണ സംസ്ഥിത അല്ല. മാതൃരൂപേണ, മാതൃത്വത്തിലേക്കുള്ളൊരു വഴി മാത്രമാണ് ഭാര്യാത്വം, പത്നിത്വം. ഇപ്പൊ ഗാന്ധാരി ഒരു ഭാര്യയായിരുന്നു, കുന്തി ഒരു മാതാവായിരുന്നു. അപ്പോ അമ്മ പറഞ്ഞത് ശരിയാണ്. വഴി കാണിക്കാൻ ഉള്ള ആള് ശരിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഗാന്ധാരിക്ക് പിതൃഭക്തി അങ്ങനെയാണ് തുറന്നിരുന്നതെങ്കിൽ വഴി കാണിക്കുമായിരുന്നു. ഭർത്താവിന്റെ തന്റെ കണ്ണു മൂടിക്കെട്ടാതെ അദ്ദേഹത്തിനും വെളിച്ചം പകർന്നു കൊടുക്കാമായിരുന്നില്ലേ? ഇതിൽ ഭേദം. എന്നാൽ പിന്നീട് ധൃതരാഷ്ട്രർ ചെയ്ത അനേക ദുഷ്കർമ്മങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നില്ലേ? പതിവ്രതയും എല്ലാ ഗുണങ്ങളോടും കൂടിയ ഗാന്ധാരിക്ക് 100 ദുഷ്ടപുത്രന്മാർ പിറക്കുന്നു. അതേസമയം ദാസിയായ മാലിനിയിൽ ഒരു സത്പുത്രൻ യൂത്സുവും ജനിക്കുന്നു. ഇതാണ് കാര്യം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി വായിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭക്താസ്താവത്കലൗ സ്യുഹി ദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ഛൈഃ കാവേരീം താമ്രപർണീം അനുകില കൃതമാലാം ച പുണ്യാം പ്രതീചീം
ഹാ മാമപ്യേതദന്തർഭവമപി ച ബിംബോ കിഞ്ചിദഞ്ജദ്രസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വന്നിഷേവാം. ഏകാദശത്തില് നവയോഗി ഉപാഖ്യാനത്തില് യോഗീശ്വരൻ അവരോരോരുത്തരായി ഓരോ പ്രഭാഷണം നടത്തി 9 പേരും. അതിൽ വരുന്നതാണ് ഈ ശ്ലോകം. കലൗ ഖലു ഭവിഷ്യന്തി നാരായണ പരായണാഹ. കലികാലത്തിൽ ധാരാളം ഭക്തന്മാരുണ്ടാവും. അതുകൊണ്ടാണ് കലിയെ പരീക്ഷിത്ത് വധിക്കാതെ വിട്ടതെന്ന്. കലിയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, അധികം മെനക്കെടാതെ തന്നെ ഭഗവത് പ്രാപ്തി. എവിടെയൊക്കെ ആ ഭക്തന്മാരുണ്ടാവും, ക്വചിത് അവിടെയായിട്ട് ഭക്തന്മാരുണ്ടാവും. ദ്രവിഡേഷു ച ഭൂരിശ. ദ്രാവിഡദേശത്തിൽ ധാരാളം ഉണ്ടാവും. ദ്രാവിഡദേശം എന്ന് വെച്ചാൽ നമ്മളൊക്കെ തമിഴ്നാട്, കേരളം, ഈ ദക്ഷിണേന്ത്യയിലെ പല ദേശങ്ങളും ദ്രവിഡദേശമാണ്. അതും ഏതൊക്കെ സ്ഥലത്തുണ്ടാവും എന്ന് വെച്ചാൽ ചില നദികളെ പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു. കാവേരി, താമ്രപർണി, കൃതമാലാം, പ്രതീചി. കേരളത്തിലെ നദികളൊക്കെ പ്രതീചി നദികളാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് സഹ്യനിൽ നിന്ന് പുറപ്പെട്ട് മധ്യകേരളത്തിലൂടെ പടിഞ്ഞാട്ട് ഒഴുകി അറബിക്കടലിൽ വന്ന് ചേർന്ന നദി ഭാരതപ്പുഴ. മുഖ്യമായിട്ട് ഭട്ടതിരി പറഞ്ഞു, ഗുരുവായൂരപ്പ ഞാനും ഈ ലിസ്റ്റിൽ പെട്ടു. എത്രയോ ഭക്തന്മാർ കാവേരി നദീ തീരത്തിലും ഭാരതപ്പുഴയുടെ തീരത്തിലുമൊക്കെ ഉണ്ടായി. ഈ നദിയിലെ ജലം കുടിക്കുന്നവർക്കൊക്കെ ഭഗവത് ഭക്തി ഉണ്ടാവും. ഗുരുവായൂരപ്പ ഞാനും ഈ ലിസ്റ്റിൽ പെട്ടു. കുറച്ച് അവിടുത്തെ സ്വരൂപത്തിലും ഭഗവത് ഭക്തിയിലും രുചിയും ഉണ്ടായിട്ടുണ്ട്. കിഞ്ചിത് അഞ്ജദ്രസം ത്വയി. ആ രസം കിട്ടുന്നതേ എത്രയോ ജന്മത്തിന് ശേഷം കിട്ടുന്നു. അത് കുറച്ച് ഭഗവത് ഭക്തിയും ഉണ്ടായിരിക്കുന്നു. ഹാ എന്നാണ്. ഹാ എന്ന് വെച്ചാൽ ഒരു ആശ്ചര്യചിഹ്നം അഥവാ വിഷമം, ദുഃഖം ഒക്കെ വരുമ്പോ ഹാ. ഹാ ഞാനും അതിനകത്ത് പെട്ടിരിക്കുന്നു ഭഗവാനെ. പരീക്ഷയിൽ പാസ്സായവരുടെ മാർക്ക് ലിസ്റ്റ് നമ്പർ കാണാൻ പോകുമ്പോൾ നമ്മളുടെ നമ്പർ കണ്ട നമ്പർ കാണുമ്പോ ഒരു ആശ്വാസം വരണ പോലെ ഈ നദിയുടെ തീരത്തിൽ എന്ന് വെച്ചാൽ ഞാനും ആ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു. ഹാ മാമപ്യേതദ് അന്തർഭവം കിഞ്ചിത് അഞ്ജദ്രസം. കുറച്ചൊരു രസം ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇനി ആശാപാശൈർ നിബധ്യ. വീണ്ടും ഭഗവാനെ ആശ എന്ന് പറയുന്ന കയറുകൊണ്ട് എന്നെ കെട്ടിയിട്ട് ഭ്രമയന ഭഗവൻ പൂരയത്വന്നിഷേവാം. ആശാപാശമാവുന്ന കയറ്, ആശയാവുന്ന പാശം കയറുകൊണ്ട് കെട്ടി വീണ്ടും എന്നെ ഈ സംസാരക്കടലിലിട്ട് വലയ്ക്കരുത് ഭഗവാനെ. പിന്നെ എന്തു വേണം? ഭക്തിയെ പൂർണ്ണമാവാൻ, പൂർത്തി ചെയ്യാനായിട്ട്, പൂർണ്ണഭക്തി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണം എന്ന് നമുക്കൊക്കെ വേണ്ടി ഭട്ടതിരി പ്രാർത്ഥിച്ചു. ഇനി ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഉദ്ധവഗീതയാണ്. അവസാനം ഋഷിശാപം കൊണ്ട് യാദവരൊക്കെ, യാദവ വംശം നശിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. അപ്പോ ഭഗവാൻ യാദവരെയൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് പ്രഭാസതീർത്ഥത്തിലേക്ക് പോവാം. പ്രഭാസതീർത്ഥത്തിൽ ചെന്ന് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് നിശ്ചയിച്ച് എല്ലാവരും പ്രഭാസതീർത്ഥത്തിലേക്ക് പുറപ്പെടുകയാണ്. യാദവർ തന്നെ പറഞ്ഞേക്കാത്ത അവസ്ഥയിലെത്തി എന്നാണ്. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഉദ്ധവര് പറയണു, യാദവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. ഇന്നല്ല അന്നേ അങ്ങനെയാണെന്നാണ്. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. സാക്ഷാത്
പരമാത്മാ തന്നെ അവിടെ വന്ന് ജനിച്ചു കൂടെ ഉണ്ടായിരുന്നിട്ടും ഇവര് നന്നാവാൻ കൂട്ടാക്കിയില്ല അത്ര കുറെ പേര്. ഋഷികളെ പരിഹസിച്ചു, ഋഷികൾ ശപിച്ചു. ഒരു സാമ്പനെ, ഭഗവാന്റെ തന്നെ പുത്രനാണ് സാമ്പൻ, പെൺവേഷം കെട്ടിച്ച് മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തി. ഗർഭിണിയാണ്, ഇവൾ ആൺകുട്ടിയെ പ്രസവിക്കോ പെൺകുട്ടിയെ പ്രസവിക്കോ? ഋഷികൾ ശപിച്ചു, ഇവൾ ഒലയ്ക്ക കുട്ടിയെ പ്രസവിക്കും. ഇവളുടെ ഗർഭത്തിൽ നിന്നും ഒരു ഇരുമ്പൊലയ്ക്ക ഉണ്ടാവും, അത് യാദവ കുലത്തിനെ നശിപ്പിക്കും. അപ്പൊ സംഭ്രമമായി തുറന്നു നോക്കിയപ്പോ ഒരു ഇരുമ്പൊലയ്ക്ക കിട്ടി. അപ്പോഴെങ്കിലും വിധി വൈപരീത്യം എന്ന് പറഞ്ഞ് സ്വീകരിച്ചു എന്ന് വെച്ചാൽ സ്വീകരിച്ചില്ല, അതിന് പൊടിച്ചിട്ട് സമുദ്രത്തിൽ കലക്കിയെന്ന്. പൊടിച്ച് സമുദ്രത്തിൽ കലക്കിയത് കൊണ്ട് അതില്ലാതായോ? വിധിയുടെ ഒരു പൊടി പോലും നഷ്ടമാവില്ല എന്ന് കാണിക്കണ പോലെ അതിൽ ഓരോ പൊടിയും കരയ്ക്കടിഞ്ഞിട്ട് വാളുപോലെ ഉള്ള പുല്ലുകളായിട്ട് വളർന്നു നിന്നു. ഒരേ ഒരു കഷ്ണം ബാക്കി വന്നതിനെ ഒരു മീന് വിഴുങ്ങി, അത് ഒരു മുക്കുവൻ പിടിച്ചു, അതിന്റെ വയറ്റിൽ നിന്ന് ഇരുമ്പ് കഷ്ണം കിട്ടി, അതിനെ ഒരു അമ്പ് ഉണ്ടാക്കണവന് കൊടുത്തു, അയാൾ ഒരു അമ്പും ഉണ്ടാക്കി. എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പൊ ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഉദ്ധവര്, പരമഭാഗവതനായ ഉദ്ധവർ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണത്. ഭഗവാനെ, അവിടുന്ന് എന്നെയും കൊണ്ടുപോകണം. ഒരു ക്ഷണനേരം അവിടുത്തെ പാദം വിട്ട് പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സുഹേനാഥ സ്വദാമനയമാമപി തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗളം കർണപീയൂഷമാസ്വാദ്യ ത്യജതി അന്യസ്പൃഹാം ജനഃ. ഭഗവാനെ, നാഹം തവ അംഘ്രികമലം ക്ഷണാർദ്ധമപി. ഗുരുവായൂരപ്പനും ക്ഷീണിച്ചിരിക്കുന്നു, തളർന്നു. 120 വയസ്സ് കഴിഞ്ഞു. ഉദ്ധവർക്കും കഴിഞ്ഞു 120 വയസ്സ് കഴിഞ്ഞു. ആ അവസ്ഥയിൽ ഗുരുവായൂരപ്പനോട് ചേർന്ന് ഉദ്ധവരെ കൂടെ നടന്നതാണ്. ഭഗവാന്റെ കൂടെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും നിഴലുപോലെ നടന്നു. ഉച്ഛിഷ്ടം കഴിച്ചു. ഭഗവാൻ ഉടുത്ത് അഴിച്ചു വെച്ച വസ്ത്രം ഉടുത്തു. തന്റേതായിട്ടൊരു വ്യക്തിത്വമില്ലാത്ത ഭക്തൻ. അങ്ങനെയുള്ള പരമഭക്തനായ ഉദ്ധവർ ഇപ്പൊ പറയണത്, ഭഗവാനെ എന്നെയും കൂടെ കൊണ്ടുപോകൂ. ഉദ്ധവർക്ക് ഭഗവത് തത്വം അല്പമൊക്കെ അറിയാമെങ്കിലും ഭഗവാനോടുള്ള ഭക്തി മേലെ നിൽക്കണം. ഭക്തിക്ക് ഇവിടെ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ, ഭഗവാൻ ഈ രൂപമാണെന്നും ഭഗവാൻ എവിടെയോ പോകണമെന്നും ഭഗവാന്റെ കൂടെ താനും പോകണം എന്നും ഒരു തോന്നൽ. വിട്ടു പിരിഞ്ഞു പോകണമെന്നും താൻ കൂടെ പോകണം എന്നും ഒരു തോന്നൽ. എന്നെയും കൂടെ കൊണ്ടുപോകണം. അപ്പോഴാണ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞത്, ഉദ്ധവ, ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നമുക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് ഒക്കെ വേണം പരസ്പരം. എന്താന്ന് വെച്ചാൽ, ഒരു അറ്റാച്ച്മെന്റ് ആരോടും ഇല്ലെങ്കിൽ ജീവിതത്തിനൊരു സുഖമില്ല. എന്തോ മണ്ണുമല്ല ചാണകമല്ല എന്നുള്ള മാതിരി ഒരു ജീവിതം, ജഡം പോലെ. അപ്പൊ എന്തിനോടെങ്കിലുമൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളപ്പോ ജീവിക്കാനൊരു സുഖമുണ്ട്. അപ്പോ ആ അറ്റാച്ച്മെന്റ്, നമ്മൾ ആരോട് ആസക്തി വെച്ചിരിക്കുന്നു, ആ ആസക്തി വെച്ച ആള് എത്ര കണ്ട് ഉയരുന്നു അത്ര കണ്ട് നമുക്ക് സുഖം കൂടും. എത്ര നീചമാണെങ്കിലും ഒരു വസ്തുവിനോട് ആസക്തി ഏർപ്പെടുമ്പോ അവർക്കൊരു സുഖം തോന്നുന്നു. പക്ഷെ ആ വസ്തു നീചമായതുകൊണ്ട് ഇവന്റെ ആസക്തി ഇവന്റെ മനസ്സിനെ ദുഷിപ്പിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു നായക്കുട്ടി എന്തിനെങ്കിലും പിടിച്ച് മനുഷ്യൻ ആസക്തനാവും. അപ്പോ ആ ആസക്തിയെ പതുക്കെ ഭഗവാന്റെ നേരെ തിരിച്ചുവിടണം. ഭഗവാന്റെ നേരെ തിരിച്ചുവിടുമ്പോഴും നേരെ അത് നിർഗുണമായ ബ്രഹ്മത്തിൽ പോയി നിൽക്കുവോ നിൽക്കില്ല. അതുകൊണ്ട് പ്രിയമായി ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ആരാധിച്ചു തുടങ്ങണം. ദിവ്യരൂപത്തിനെ ആരാധിക്കുന്നു, അല്ലെങ്കിലോ സദ്ഗുരുവിനെ ആരാധിക്കുന്നു. ഗുരുവായിട്ട് മുമ്പിൽ കാണപ്പെടുന്ന ഭഗവാനെ ആരാധിക്കുന്നു. അങ്ങനെ ഗുരുവായി കണ്ട് ആരാധിച്ചാൽ
അത് വളരെ വളരെ ഭാഗ്യം. ഒരു ജീവൻ മുക്തനോ ഒരു ജ്ഞാനിയോ ഒരു അവതാര പുരുഷന്റെയോ സമ്പർക്കം കിട്ടുമ്പോൾ ഇവർക്ക് ധ്യാനിക്കാനുള്ള കഷ്ടമൊന്നുമില്ല. അപ്പോ ഉദ്ധവരോട് ഭഗവാൻ ഇപ്പൊ ഇവിടെ അവതാരപുരുഷനായ ഭഗവാൻ, അവതാരം പൂർണ്ണമായ അവതാരം, പൂർണ്ണാവതാര സ്വരൂപനായ ഭഗവാനോടാണ് ഉദ്ധവർക്ക് സഖ്യം കിട്ടിയത്. അങ്ങനെയുള്ള ഉദ്ധവർക്ക് ഇപ്പൊ ഭഗവാൻ തന്നെ വിട്ട് പിരിയുന്നു എന്നൊരു തോന്നല്. ഭഗവാൻ കൂടെ ഉള്ളപ്പോ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ജപിക്കേണ്ട ആവശ്യമില്ല, ശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത്, പൂർണ്ണമായ ബ്രഹ്മവസ്തുവിനെ മുമ്പിൽ കാണുന്ന പോലെ തോന്നുന്നു. ആ സമയത്ത് ഇതൊന്നും വേണ്ട. പക്ഷേ ആവിർഭവിക്കുന്നതൊക്കെ തിരോഭവിക്കും. അത് നിയമം ആണ്. എന്തെങ്കിലും ഒന്ന് ആവിർഭവിച്ച് തിരോഭവിക്കാതിരിക്കില്ല. രൂപമായിട്ട് എന്തൊക്കെ വരണോ അതൊക്കെ മറയും. അപ്പൊ ഇവിടെ ഭഗവാൻ അവതരിച്ച പോലെ തന്നെ തിരോഭവിക്കാൻ പോകുന്നു. ആ സമയത്ത് ഉദ്ധവർക്ക് ദുഃഖം. അതുകൊണ്ടാണ് ആദ്യമേ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. ഞാൻ വെറും മനുഷ്യ ശരീരമാണെന്ന് കരുതിയാൽ ദുഃഖിക്കേണ്ടി വരും. ഈ ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മഹാത്മാക്കളുടെ ചരിത്രവും നോക്കിയാൽ കാണാം ഇതേ സംഭവം നടക്കും. ജ്ഞാനികളായിട്ടുള്ളവരുടെയൊക്കെ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കൂ, അവരുടെ ശിഷ്യന്മാരുടെ കഥകൾ നോക്കൂ. അവരുള്ളത്തോളം കാലം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ശരീരമല്ല ആത്മാവാണ്, അതിനെ അറിയൂ. പക്ഷെ ഈ ശിഷ്യന്മാര് ശരീരത്തിലേ ഒട്ടി നിൽക്കും. കാരണം അത്രയധികം ആകർഷണമാണത് ആ ദിവ്യരൂപത്തിന്. എന്നിട്ട് അവസാനം ആ ഗുരു പോകുമ്പോ, ഗുരു അവിടുന്ന് മറയുമ്പോ ഞങ്ങളുടെ ഗുരു പോയി എന്ന് പറഞ്ഞ് കരയും. അപ്പൊ ഗുരുവിനെ കുറിച്ചുള്ള ജ്ഞാനം ജനിക്കുന്ന ആളായിട്ടും മരിക്കുന്ന ആളായിട്ടും അവസാനിക്കും. പക്ഷേ ശരിക്ക് ഗുരുഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി തന്നെ ഇവർക്ക് ജ്ഞാനത്തിനെയും കൊടുക്കും. പ്രഥമസ്കന്ധത്തിലെ നമ്മൾ കണ്ടു അർജുനൻ കരയണത്. കൃഷ്ണൻ നമ്മളെ ചതിച്ചു, കൃഷ്ണൻ വിട്ടുപോയി. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെ കരയുവോ അതുപോലെ വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപേണ. ഹരി നമ്മളെ ബന്ധുവായിട്ട് വഞ്ചിച്ചു, നമ്മളെയൊക്കെ വിട്ടിട്ട് പോയി എന്ന് കരഞ്ഞു അർജുനൻ. അങ്ങനെ കരഞ്ഞ് 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 ഏവം ചിന്തയത്തോഹോ ജിഷ്ണോഹോ കൃഷ്ണപാദ സരോരുഹം സൗഹാർദ്ദേന അതിഗാഠേന ശാന്താസീത് വിമലാമതി വാസുദേവ അംഘ്രി അനുധ്യാന പരിബൃംഹിതരംഹസാ ഭക്ത്യാ നിർമ്മഥിതാശേഷ കഷായധിഷണോർജുന ഗീതം ഭഗവതാ ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭു. കുരുക്ഷേത്ര ഭൂമിയില് ഭഗവാൻ ഉപദേശിച്ച ഭഗവത്ഗീത അർജുനന് ഹൃദയത്തിൽ പ്രകാശിച്ചു. കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ കൃഷ്ണൻ ഈ മറഞ്ഞുപോയ രൂപമോ വന്നതോ പോയതോ ആയ രൂപമല്ല കൃഷ്ണൻ. കൃഷ്ണൻ ആത്മാ എപ്പോഴും ഉണ്ട്, ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളത് അനുഭവത്തിൽ വന്നു. ഇപ്പോ ഉദ്ധവർക്കും അതേ അവസ്ഥയാണ്. ഭഗവാൻ നമ്മളെ വിട്ട് പിരിയാൻ പോകുന്നു, ഭഗവാനെ പിരിഞ്ഞ് ജീവിക്കാൻ വയ്യ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, അങ്ങേക്ക് ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യാം. ഒരു ഗുരുവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ബ്രഹ്മവിദ്യയെ കൊടുക്കല്. ബാക്കിയൊക്കെ തുച്ഛം. ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, ലൗകിക അനുഗ്രഹങ്ങളൊക്കെ തുച്ഛം. ഒരു നേരം ആഹാരം കൊടുത്താൽ കുറച്ചു നേരത്തേക്ക് വേറെ നിറയും, കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും വിശക്കും. ബാക്കി ഒന്നും തന്നെ ഒരു ജീവനെ പരിപൂർണമായി ആശ്വസിപ്പിക്കില്ല, ശാന്തി കിട്ടില്ല. ശിഷ്യന് തന്നെ തന്നെ കൊടുക്കണം, ആത്മാവിനെ കൊടുക്കണം. അത് ഭഗവാനെ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവ, ഇന്നേക്ക് 7ാമത്തെ ദിവസം ദ്വാരകയെ സമുദ്രം വിഴുങ്ങും. അതുകൊണ്ട് താങ്കൾ ഇവിടെ ഇരിക്കരുത്, സർവവും ഉപേക്ഷിച്ച് പുറപ്പെടുക. ആരോടും ഇനി അറ്റാച്ച്മെന്റ് അരുത്. എന്റെ മുത്തശ്ശൻ, ബന്ധുക്കള്, ചെറിയച്ഛൻ, വലിയച്ഛൻ, മക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ ഇരിക്കട്ടെ. അവരിരുന്നാലും ഇനി 7 ദിവസമേ ഉണ്ടാവുള്ളൂ. 7ാമത്തെ ദിവസം സംപ്ലവം, എല്ലാം സപ്താഹം ആണ്. 7ാമത്തെ ദിവസം സംപ്ലവം. അതുകൊണ്ട് ഉദ്ധവ, ഇവരെ ഒന്നും വിശ്വസിക്കരുത്. ഇവരെയൊക്കെ വിശ്വസിച്ചാൽ ഇവരാരും ആത്യന്തികമായിട്ട് കൂടെ വരില്ല, എല്ലാരും വിട്ടുപോകും. അതുകൊണ്ട് ഇവരൊക്കെ ദുഃഖിപ്പിക്കും. ഇവരിൽ ആരിൽ ആസക്തിയെ വെച്ചാലും അവർ ദുഃഖിപ്പിക്കും. താനായിട്ട് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും അവരൊക്കെ എന്നെങ്കിലും തന്നെ വിട്ടുപോകും.
അതുകൊണ്ട് ഇപ്പൊ വയസ്സായി കഴിഞ്ഞു, ഇനിയും ഈ ആസക്തിയെ വെച്ചുകൊണ്ടിരുന്നാൽ എവിടെ സമാധാനം ഉണ്ടാവും? ശാന്തി എങ്ങനെ ഉണ്ടാവും? ഇത്രകാലം വേണം ലോക വ്യവഹാരത്തിന്. ഇപ്പൊ ഈ വാർദ്ധക്യദശയിലും ഇനിയും അവരൊക്കെ ഉണ്മയാണെന്ന് വിചാരിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. മോഹത്തോ നരകേ ഗതി. ഗോകർണൻ പത്മപുരാണത്തിൽ ആത്മദേവനോട് പറഞ്ഞു, മോഹിച്ചു പോയാൽ നരകത്തിൽ വീഴേണ്ടി വരും. ആസക്തി കൊണ്ടാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത്, അല്ലാതെ ബന്ധം കൊണ്ടല്ല. ബന്ധുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ദുഃഖിക്കും. നമ്മൾ വിചാരിക്കും നമ്മളുടെ ബന്ധുക്കളായതുകൊണ്ട് ദുഃഖം എന്നാണ്. ബന്ധുക്കളായതുകൊണ്ട് അവർക്കും നമുക്കും തമ്മിൽ ഒരേ വയറൊന്നുമല്ല. രണ്ട് വയറ് തന്നെ. അവര് കഴിച്ചാൽ നമുക്ക് വയറെന്നറിയില്ല, നമ്മൾ കഴിച്ചാൽ അവർക്കും വയറെന്നറിയില്ല. നമ്മളുടെ ബന്ധുക്കൾക്കും വേറെ എവിടെയോ ഉള്ള ഒരാൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കേവലം മനസ്സിന്റെ കൽപ്പന കൊണ്ട് മാത്രം ദുഃഖം. അപ്പൊ ഈ ദുഃഖത്തിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരേ മാർഗമേ ഉള്ളൂ, ഈ ആസക്തിയെ ഉള്ളുന്ന് വിടണം എന്നാണ്. ആസക്തി ഉള്ളുന്ന് പോയാലേ ശാന്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സർവഭൂതങ്ങളിലും സമഭാവം. ആസക്തി പോയി എന്ന് വെച്ചാൽ വെറുപ്പ് എന്നല്ല അർത്ഥം. എല്ലാരോടും നമുക്ക് ഒരാളോടോ രണ്ടുപേരോടോ ഉള്ള സ്നേഹത്തിനെ അങ്ങനെ വിരിച്ച് വികസിപ്പിച്ച് സർവപ്രാണികളോടും ആക്കി തീർക്കുക. പ്രത്യേകിച്ച് ഒരാളോട് സ്നേഹം എന്നല്ല, സർവപ്രാണികളോട് സമദർശിത്വം, സർവഭൂത സുഹൃത്ത്. ഭഗവാൻ പറയണത് ഉദ്ധവ എല്ലാരെയും വെറുക്കൂ, ആരോടും ആസക്തി വേണ്ട, അങ്ങനെ ഉപദേശിച്ചില്ല. ഭഗവാൻ പറഞ്ഞത് സർവഭൂത സുഹൃത്ത്, ശാന്ത ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ഉദ്ധവ സർവഭൂതങ്ങൾക്കും സുഹൃത്തായിട്ട് തീരും. ഇനി ഒരു പ്രാണിയെയും ഒരു കാരണവശാലും ദ്രോഹിക്കരുത്. സർവഭൂത സുഹൃത്ത്. അപ്പൊ ശാന്തി ഉണ്ടാവും. രാഗദ്വേഷം ഉള്ളുന്നു പോയാൽ ശാന്തി ഉണ്ടാവും. എന്നിട്ട് ആ അദ്വൈത ബോധം ഉള്ളിൽ ഉണ്ടായാൽ സുഖം ദുഃഖം തണുപ്പ് ചൂട് ഒക്കെ സമമായിട്ട് തീരും. അങ്ങനെ സഞ്ചരിക്കൂ. അതിനെയാണ് ഭട്ടതിരി ഒറ്റ ശ്ലോകത്തിൽ ചുരുക്കിയത്. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയി ഉപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യമായാ വിലാസം നാനാത്വാദ് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേ വീതവൈഷമ്യബുദ്ധേ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയി ഉപാവേശിതാത്മാ. ഭഗവാനെ അവിടുത്തെ കരുണ കൊണ്ട് കൃപ കൊണ്ട് ബന്ധുക്കളോടുള്ള ഈ ആസക്തിയെ ഉപേക്ഷിക്കണം. സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം. ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ എങ്ങനെ ഉപേക്ഷിക്കും? എന്തിനെ ഉപേക്ഷിക്കും? ശരീരത്തിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഊണ് കഴിക്കണത് ഉപേക്ഷിക്കാൻ പറ്റുമോ? ശ്വാസം എടുക്കണത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ മായാവിലാസം. നാമരൂപത്തോടുകൂടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല പൊരുളും, ബോധമൊഴിച്ചുള്ള പൊരുളുകളൊക്കെ തന്നെ, ആത്മാവൊഴിച്ചുള്ള പൊരുളുകളൊക്കെ തന്നെ മായയാണ്. മായ എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഉള്ള പോലെ തോന്നുന്നു, കുറച്ചു കഴിഞ്ഞാൽ മറഞ്ഞു പോകും. ഇന്ന് വൈകുന്നേരമായ ഒന്നും കാണില്ല. ഇവിടെ എത്ര എണ്ണം ഉണ്ടല്ലോ, വൈകുന്നേരമായ ഒന്നും കാണില്ല. അതാണ് മായ. സർവം അഭി മായാവിലാസം. ഇതറിഞ്ഞാലോ ഒന്നും നിർബന്ധമേ ഉണ്ടാവില്ല. വരുമ്പോഴേ അറിയും, പോകും എന്നറിയും. അല്ലെ? വരുമ്പോഴേ നല്ലവണ്ണം അറിയാം, പോകും എന്നറിയാം. അപ്പൊ വിഷമിക്കില്ല. വരുമ്പോ ഇത് ശാശ്വതമാണെന്ന് വിചാരിച്ചാലോ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ സർവമപി ജഗദ്വീക്ഷ്യ മായാവിലാസം. ഇത് മായാവിലാസമാണ്. നാനാത്വാത്. മായയ്ക്ക് എന്താ ലക്ഷണം? നാനാത്വം ഭ്രാന്തിജന്യം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണപ്പെടുന്നതാണ് നാനാത്വം. അനേകമായിട്ട് കാണുന്നു. ഇതൊക്കെ എവിടുന്ന് വന്നു എന്നറിയില്ല, എങ്ങോട്ട് പോകണു എന്നറിയില്ല. ഒക്കെ വരണു പോവും. വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞു, മാജിക് ഷോവിനേക്കാളും വലിയൊരു മാജിക് ഷോ ലോകത്തിലെ. മാജിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളുടെ മുമ്പിൽ ദൈനംദിന ജീവിതത്തിൽ മാജിക് കണ്ടുകൊണ്ടേയിരിക്കണു. ഒന്നുമില്ലാതെ ഒരു അന്നത്തിന്റെ കണത്ത് നിന്ന് ഗർഭം ധരിച്ച് അത് നിന്നൊന്ന് പുറത്തു വരണു. പുറത്തു വന്ന് കൈയും കാലും തലയും ഒക്കെ ആയി കൂടെ പുറത്തു വന്ന് അത് വളർന്നു വലുതായി ലോകത്തിൽ എന്തൊക്കെ കാണിക്കണു.
ഇതിനേക്കാളും വലിയ ഇന്ദ്രജാലം കിം ഇന്ദ്രജാലം അപരം എന്നാണ്. ഒരു വർഷം മുമ്പ് ഇല്ലാത്തത് ഒരു വർഷത്തിന്റെ ഇടയിൽ വന്നു, വളർന്നു, വലുതായി. ലോകത്തിൽ പല വിക്രിയകളും കാണിച്ചു. എന്നിട്ട് എങ്ങോട്ട് പോയി എന്നറിഞ്ഞു. എവിടെ നിന്ന് വന്നു എന്നും അറിയില്ല, എങ്ങോട്ട് പോയി എന്നും അറിയില്ല. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു വൃഥാനാം. മത്സരം ഇവിടെ. അപ്പോ ഇതാണ് മായാവിലാസം, ഗുണം ദോഷം ഇതൊക്കെ പൊന്തി വരണത് മായ കൊണ്ട്. ആ മായയിൽ നിന്നൊക്കെ ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണം. ഭഗവാന്റെ ഉപദേശത്തിനെയൊക്കെ ഭട്ടതിരി ഇവിടെ പ്രാർത്ഥനയാക്കി തീർത്തു. ഇത് രക്ഷപ്പെടാൻ എന്താ വഴി? ഈ മായയിൽ നിന്ന് എപ്പോ രക്ഷപ്പെടാം എന്നുവെച്ചാൽ, ഇരുട്ടിന്ന് എങ്ങനെ രക്ഷപ്പെടാം? 1000 വർഷമായി ഒരു മുറിയിൽ ഇരുട്ട്. ആ നാട്ടിലുള്ളവർക്ക് ഇരുട്ടിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് അറിയില്ല. അപ്പൊ അവര് ആ ഗ്രാമത്തിലേ ഉള്ള പലരോടും ചോദിച്ചു. ഒരാള് പറഞ്ഞു, ഇരുട്ടിനെ പൂജ ചെയ്യണം, എന്നാൽ ഇരുട്ട് പോകും. ഇരുട്ട് സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്താൽ ഇരുട്ട് അവിടുന്ന് പോകും. അപ്പൊ ഇരുട്ടിനെ കുറെ പൂജ ചെയ്തു നോക്കി, അപ്പൊ ഇരുട്ട് പോയില്ല. വേറെ ഒരാൾ പറഞ്ഞു, ഇരുട്ടിനെ കല്ലെടുത്തെറിയണം, അപ്പോഴേ ഇരുട്ട് പോവുള്ളൂ. കുറെ കല്ലെടുത്തെറിഞ്ഞു, അപ്പോഴും ഇരുട്ട് പോയി. ഇരുട്ടിനെ ആവാഹിച്ചുകൊണ്ട് പുറത്തുകൊണ്ട് കളയണം എന്ന് വേറെ ചിലർ പറഞ്ഞു. ഇരുട്ടിനെ ആവാഹിച്ചു നോക്കി, ഇരുട്ട് പോയില്ല. വേറെ ഒരാൾ പറഞ്ഞു, ഇരുട്ടേ പോകൂ എന്ന് പറഞ്ഞ് ഒരു മന്ത്രം ജപിച്ച് 108 പ്രാവശ്യം നമസ്കാരം 108 ദിവസം ചെയ്താൽ പോകും. അതും ചെയ്തു നോക്കി, അപ്പോഴും ഇരുട്ട് പോയില്ല. വേറെ ഒരാള് പുറത്തുനിന്ന് വന്ന ആള് പറഞ്ഞു, എന്തിനാ ഇത്ര മെനക്കിടുന്നത്? ഒരു തീപ്പന്തം കൊണ്ടുവരൂ, ഞാൻ ഇരുട്ടിനെ കളഞ്ഞു തരാം എന്ന് പറഞ്ഞ് വിളക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ നാട്ടുകാരോട് പറഞ്ഞു, ഇതും കൊണ്ട് ആ മുറിയിൽ ഇരുട്ട് എവിടെയാ ഉള്ളതോ എന്ന് നോക്കും. അയ്യോ, ഞങ്ങൾക്ക് പേടിയാവണം, അതിനകത്ത് പോയാൽ പിടിച്ചാലോ? ഇല്ലാത്ത സാധനത്തിനെയാണ് പേടി. അവസാനം വിളക്കും കൊണ്ട് ഉള്ളിൽ പോയപ്പോ 1000കണക്കിന് വർഷമായിട്ടുള്ള ഇരുട്ട് 1/2 സെക്കൻഡ് കൊണ്ട് പോകും, ക്ഷണം കൊണ്ട് പോകും. അപ്പൊ തന്നെ പോയി. അപ്പൊ ഇരുട്ട് കളയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ജ്ഞാനം. ആ ജ്ഞാനം എവിടുന്നുണ്ടാവും? ഭഗവത് കൃപ കൊണ്ട് സദ്ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്നും ഉണ്ടാവണം. ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്നും ഉണ്ടാവണം. ഗുരു ആരാണ്? വാസ്തവത്തിൽ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് ഉപദേശിക്കണം. അപ്പൊ ഗുരുവിനെ എവിടെ കിട്ടും? കൃപയുണ്ടെങ്കിൽ എവിടെയും കിട്ടും എന്നാണ്. ത്വത്കാരുണ്യേ പ്രവൃത്തേ കൈവനഹി ഗുരുഹു ലോകവൃത്തേപി ഭൂമൻ സർവാക്രാന്താപി ഭൂമി നഹി ചലതി തതഃ സക്ഷമാം ശിക്ഷയേയം. അല്ലെങ്കിൽ മഹാത്മാക്കളെ കണ്ടാൽ പോലും നമുക്ക് ഗുരു തോന്നില്ല. കൃപയുണ്ടെങ്കിൽ ഈ ഇപ്പൊ പറയാൻ പോണ അവധൂതനെ മാതിരി മരത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അഗ്നിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഒരു കുലടയിൽ നിന്ന് പോലും തത്വം പഠിക്കാം. പക്ഷെ കൃപയില്ലെങ്കിലോ സാക്ഷാത് ഭഗവാനേ ഗുരുവായി മുമ്പിൽ വന്നാലും മനസ്സിലാവില്ല. അതാണ് ആശ്ചര്യം. കാണാനേ സാധിക്കില്ല. അവരിലുള്ള ദൂഷ്യം മാത്രം കാണും. പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലുള്ള ഗുരുവാണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പറ്റിക്കപ്പെടും. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നമുക്ക് ചില ഭാവനകളൊക്കെ ഉണ്ടാവും. ഗുരു എന്ന് വെച്ചാൽ ശ്വാസം വിടാൻ പാടില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഉണ്ണാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ പറ്റിയത് അമ്പലത്തിലെ സ്വാമി മാത്രം. അദ്ദേഹം ഒന്നും ചെയ്യില്ല, നമ്മൾ വിചാരിക്കാൻ ഒന്നും ചെയ്യില്ല. തിരുവണ്ണാമലയില് അടുത്ത കാലത്ത് വരെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യോഗിയായിരുന്നു. രാം സൂരത് കുമാർ. രാമനാമം ജപിച്ചുകൊണ്ടേ നടക്കും. അരുണാചലേശ്വര കോവിലൊക്കെ 10-40 വർഷമായി ഭിക്ഷയെടുത്തുകൊണ്ട് രാമനാമം ജപിച്ചുകൊണ്ട്. അദ്ദേഹം സമാധിയായിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോ എനിക്ക് പരിചയമുള്ള ഒരു മഹാത്മാവ് അദ്ദേഹത്തിന് അറിയുന്ന ചിലരെയൊക്കെ ഈ യോഗിയെ കാണാനായിട്ട് പറഞ്ഞയച്ചു. ഇവരദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ അദ്ദേഹം ഇവരുടെ മുമ്പിൽ തന്നെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ബീഡി വലിക്കൽ, സിഗരറ്റ് വലിക്കൽ ഇതൊക്കെ കണ്ട അപ്പൊ പോകും. ദൂഷ്യമാണെങ്കിലും മനുഷ്യ ശരീരമുള്ളത്തോളം എന്തെങ്കിലും ഒരു ദൂഷ്യം ഉണ്ടാവുകയെ. ചിലര് പൊടി വലിക്കും, ചിലര് വെറ്റലയിടും. രാമകൃഷ്ണ പരമഹംസർ വെറ്റല മുറുക്കും, അദ്ദേഹവും ഉണ്ടായിരുന്നു. ചൂട് പിടിക്കാനായിട്ട് ചില ദക്ഷിണേന്ത്യയിലൊക്കെ പോയാൽ കാണാൻ സന്യാസികൾ ഹുക്ക വലിക്കുന്നതൊക്കെ. നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് യോജിക്കാൻ പറ്റില്ല, കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടാവില്ല. അതുപോലെ വസ്ത്രം ഉടുത്തിട്ട് പൂജ ചെയ്യും, ചെരുപ്പിട്ടിട്ട് പൂജ ചെയ്യും. ഹിമാലയത്തിലൊക്കെ പോയാൽ നമ്മളുടെ ആചാരത്തിനനുസരിച്ച് നോക്കിയാൽ നമുക്ക് ഇഷ്ടാവില്ല. ഇദ്ദേഹം ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നു. അവര് പോയ വഴിക്കേ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഈ പറഞ്ഞയച്ച സ്വാമിയോട് വന്ന് പറഞ്ഞു, സ്വാമി, നിങ്ങൾ വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാണാൻ അയച്ചു. അദ്ദേഹം അവിടെ പോകുമ്പോ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു വന്നു. ഈ സ്വാമി പറഞ്ഞു, കഷ്ടം, ജ്ഞാനിയെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി ബീഡിയെ നോക്കിയിട്ട് വന്നിരിക്കണം. അതിവിടെ കാണാമായിരുന്നുവല്ലോ, അതിന് ഇത്ര ദൂരം പോണോ? അതിവിടെ തന്നെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കാണായിരുന്നു. അവരുടെ ശരീരത്തിനെ മാത്രം കണ്ടിട്ട് വന്നു. അതാണ് ശരീരം എന്ത് ചെയ്യണമെന്ന് മാത്രം കണ്ട്, ദൗർബല്യത്തിനെ മാത്രം കണ്ടിട്ട് വന്നു. ശരീരമുള്ളത്തോളം അപ്പൊ അങ്ങനെ ആവുമ്പോ അതാണ്, ശ്രീകൃഷ്ണനെ കണ്ടാലും നമ്മളൊന്നും വിശ്വസിച്ച് ഇപ്പൊ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കണമെന്നല്ലാതെ കൃഷ്ണാവതാര കാലത്ത് ഉണ്ടായിരുന്ന അയ്യേ സ്ത്രീകളുടെ കൂടെ ആടി കളിക്കുക, വർത്തമാനം പറയുക, 16,008 കല്യാണം. തിരിഞ്ഞ് മലയാളികൾ ആരും നിശ്ചയം തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പൻ നോക്കി പറയണമെന്നല്ലാതെ നമ്മളുടെ അളവുകോല് വെച്ച് നോക്കിയാൽ ചിലപ്പോ ഗുരു എന്ന് സമീപിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടീഷൻ വെച്ചാലും നോക്കണം, നമ്മള് അങ്ങനെയൊക്കെ ഇരിക്കട്ടെ, അതൊരു വിധത്തിൽ നല്ലതാണ്. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഉപാധി നന്നാവും, പെർഫെക്ഷൻ തെരഞ്ഞാൽ. പക്ഷെ നമുക്ക് തീവ്രമായിട്ട് ആ അവസ്ഥയിലും ഗുരുവിനെ വേണമെന്നുണ്ടെങ്കിൽ സർവേശ്വരൻ പരിപൂർണമായിട്ടുള്ള പെർഫെക്ഷനോടുകൂടെ തന്നെ നമ്മളുടെ മുമ്പിൽ വരും. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണോ ഒരു ഗുരുവിൽ, അതായത് ഒരു ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കണം എന്നില്ല, ശിഷ്യനെ അനുസരിച്ച് വന്നു നിന്ന് അനുഗ്രഹം ചെയ്യണതാണ് ഭഗവാന്റെ കൃപ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ പെർഫെക്ഷൻ നമ്മൾ ഗുരുവിൽ പ്രതീക്ഷിക്കണമോ അതൊന്നും കുറയ്ക്കേ വേണ്ട, വെച്ചോളാം. ആ പൂർണ്ണത്വമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ പോലും തീവ്രമായി സദ്ഗുരുവിനെ കിട്ടണം എന്ന് ആശിക്കുന്നവർ, ഗുരുവിനെ കിട്ടണം എന്ന് ആശിക്കാൻ പാടില്ല, ഭഗവാനെ കിട്ടണം. അല്ലാതെ ഗുരുവിനെ കിട്ടണം എന്ന് ആശിച്ചാൽ കുഴപ്പം പറ്റും. ഭഗവാനെ കിട്ടണം എന്ന് ആശിച്ചാൽ, ആത്മസാക്ഷാത്കാരത്തിനായി കൊതിച്ചാൽ സർവേശ്വരൻ നമ്മളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു സദ്ഗുരുവിന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെയാണ് ഈ അവധൂതന് 24 ഗുരുക്കന്മാരെന്നാണ്. അദ്ദേഹത്തിന്റെ ചിത്തം തികച്ചും ശുദ്ധമായിരുന്നു. അതുകൊണ്ട് ജഗത്ത് മുഴുവൻ ഗുരു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശനായി യദുമഹാരാജാവിന്റെ കഥ. യദുമഹാരാജാവും ദത്താത്രേയ മഹർഷിയും തമ്മിൽ നടന്ന ഒരു വർത്തമാനം, ഒരു സംവാദം. ആ സംവാദത്തിൽ ദത്താത്രേയനോട് യദുമഹാരാജാവ് ചോദിക്കുന്ന ചോദ്യവും അദ്ദേഹം പറയുന്ന ഉത്തരവുമാണ് ഉദ്ധവഗീതയുടെ ആരംഭം. എന്താന്ന് വെച്ചാൽ ഈ ദത്താത്രേയന് അടുത്ത നേരത്തെ വസ്ത്രം, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല, സന്തോഷമായിട്ടിരിക്കണം, ആനന്ദമായിട്ടിരിക്കും. യദുമഹാരാജാവിന് സർവസമ്പത്ത് സമൃദ്ധി എല്ലാം ഉണ്ട്. ഉണ്ടായിരുന്നിട്ടും രാജാവിന് ആനന്ദമില്ല, സന്തോഷമില്ല, തൃപ്തിയില്ല. അങ്ങനെയാണ് രാജാവ് അവധൂതനോട് ചോദിക്കുന്നത്, അങ്ങയുടെ ആനന്ദത്തിന്റെ ഉറവിടം എവിടെയാണ്? നിങ്ങൾ എങ്ങനെ ഇത്ര സന്തോഷമായിട്ടിരിക്കണം? എനിക്കിത്ര കണ്ട് സന്തോഷം ഇല്ലല്ലോ. ബ്രൂഹി ആനന്ദകാരണം, അങ്ങയുടെ ആനന്ദത്തിനൊരു കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങ് ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് ആത്മാവിന്റെ സ്വരൂപമാണ്. അത് നമ്മളുടെ സ്വരൂപമാണോ, സ്വഭാവമാണ്. അപ്പൊ സന്തോഷമായിരിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ആകെപ്പാടെ തെറ്റില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ സന്തോഷമായിരിക്കുന്നത്. തെറ്റുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ദുഃഖിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ എന്താ സന്തോഷമായിട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ ശരിയായ ചോദ്യമല്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ല.
ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താ ആരോഗ്യമായിട്ടിരിക്കണത്, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരികയില്ലേ, നിങ്ങൾക്ക് എപ്പോ ക്യാൻസർ വരും എന്നൊക്കെ ചോദിച്ചാൽ അടികൊള്ളും. അപ്പൊ അത് ഏറ്റവും തെറ്റായ ചോദ്യം. പക്ഷേ രാജാവ് അങ്ങനെയാ ചോദിക്കണത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര സന്തോഷമായിട്ടിരിക്കണമെന്നാണ്. എനിക്ക് എന്തുകൊണ്ട് ആ സന്തോഷം കിട്ടിയില്ല, ഈ ആനന്ദം എന്തുകൊണ്ട് എനിക്ക് കിട്ടണില്ല. ആനന്ദം സുഖമൊക്കെ കിട്ടണുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, നല്ല കിടക്കുണ്ട്, വീശിത്തരാൻ രണ്ടുപേരെ അടുത്ത് നിന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും, കാല് പിടിച്ചു തരാൻ ആളുണ്ട്. ആ കിടക്കയിൽ കിടന്നാൽ ഭയപ്പേന നിഭാശയ്യ എന്നാണ്, സമുദ്രത്തിന്റെ അല പോലെ ഇങ്ങനെ 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 പോകും അത്രയും ആ കിടക്ക. കണ്ടാ കിടക്കണം തോന്നും, പക്ഷെ കിടന്നാ ഉറക്കം വരില്ല. ഉറക്കത്തിന് എവിടെ പോവും? കിടക്കയൊക്കെ ഉണ്ടാക്കാം, ഉറക്കത്തിന് എവിടെ പോരും? അനേക വിഭവങ്ങൾ ഉണ്ടാക്കാം, ആഹാരം ഉണ്ടാക്കാം, വിശപ്പിന് എവിടെ പോവും? മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാം, പക്ഷെ വ്യാധി മാറുന്ന ഉറപ്പ് പറയാൻ പറ്റുമോ? അപ്പൊ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും രാജാവിന് ശാന്തിയില്ല, സമാധാനമില്ല. ത്വത്കാരുണ്യേ പ്രവൃത്തേ കൈവനഹി ഗുരുഃ ലോകവൃത്തേ വിഭൂമൻ സർവാക്രാന്താപി ഭൂമിഃ നഹി ചലതി തതഃ സക്ഷമാം ശിക്ഷയേയം ഗൃഹ്ണീയാമീശ തത്തദ്വിഷയപരിചയേപി അപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ച ആത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച. ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും നമുക്ക് തത്വം ചൊല്ലിത്തരും. ഈ അവധൂതൻ ആദ്യമായി തത്വം പഠിച്ചത് ഭൂമിയിൽ നിന്നാണ്. സർവാക്രാന്താപി ഭൂമിഃ നഹി ചലതി. ഭൂമി എത്ര കണ്ട് വിഷമിപ്പിച്ചാലും, ഭൂമിയെ എത്ര കണ്ട് ദ്രോഹിച്ചാലും ഭൂമി ചലിക്കണില്ല. ആ ഭൂമിയിൽ നിന്ന് ക്ഷമയെ ഞാൻ പഠിക്കണം. സക്ഷമാം ശിക്ഷയേയം. ക്ഷമ എന്നുള്ള ഒരു തപസ്. സുഖമുണ്ടാവട്ടെ ദുഃഖമുണ്ടാവട്ടെ, എന്തൊക്കെ വരുമ്പോഴും വൈഷമ്യങ്ങൾ വരുമ്പോഴും വിഷമിക്കാതെ സഹിക്കുക, വിലപിക്കാതെ സഹിക്കുക, ആരോടും കംപ്ലൈന്റ് പറയാതെ സഹിക്കുക. അതിനാണ് തിദിക്ഷ എന്ന് വേദാന്തികൾ പറയാ. തിദിക്ഷ, ആരോട് കംപ്ലൈന്റ് പറയാതെ അതിനെ സഹിക്കണം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം. പ്രതീകാരമില്ല, ചിന്താവിലാപരഹിതം. അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല, വിലപിക്കണില്ല. അങ്ങനെ സഹിക്കുന്നതിന് തിദിക്ഷ എന്ന് വരും. സാ തിദിക്ഷ നിഗദ്യത്തെ. പുറത്തു പറയാതെ സഹിച്ചോളാം. സക്ഷമാം ശിക്ഷയേയം. രാമായണത്തിൽ ശ്രീരാമചന്ദ്രനും ക്ഷമയാ പൃഥിവീ സമഹ. ക്ഷമയിൽ ഭൂമിക്ക് തുല്യൻ എന്ന് പറഞ്ഞു ഭഗവാൻ. വായുവിൽ നിന്ന് പഠിച്ച പാഠം, വായു സർവത്ര വീശിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നുകൊണ്ടും ഒരിടത്ത് സുഗന്ധം എടുത്തോണ്ട് പോകും, ആ സുഗന്ധത്തിനെ എവിടെ വിടും, ദുർഗന്ധം എടുത്തോണ്ട് പോകും, ദുർഗന്ധത്തിനെ എവിടെ വിടും. യാതൊന്നിനോടും ആസക്തിയില്ല. അതുപോലെ വായുവിനെ പോലെ ഇരിക്കണം. എത്ര കാര്യങ്ങളിൽ ഇടപെട്ടാലും എന്തിലൊക്കെ പ്രവർത്തിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കാതെ നോക്കിക്കൊള്ളണം. കണ്ണാടിയെ പോലെ ഇരിക്കണം എന്നാണ് വാസിഷ്ഠം പറയുന്നത്. കണ്ണാടിയുടെ മുമ്പിൽ ഒരാൾ നിന്നാൽ നന്നായിട്ട് പ്രതിബിംബിക്കും, വ്യക്തമായിട്ട്. പക്ഷെ കണ്ണാടിയുടെ മുമ്പ് നിന്ന് അയാൾ മാറിയാൽ കണ്ണാടിയിൽ ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല അയാളുടെ, അല്ലേ? അതേപോലെ എത്ര തന്നെ വ്യവഹരിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും അതൊന്നും ഉള്ളിലെ ഒരു വികാരത്തിനെയും അവശേഷിപ്പിക്കണില്ല, ബാധിപ്പിക്കണില്ല. അങ്ങനെ വായുവിനെ പോലെ എത്രയൊക്കെ തന്നെ എവിടെയൊക്കെ സഞ്ചരിച്ചാലും യാതൊന്നും ഉള്ളിൽ ബാധിക്കണില്ല. വായുവത്ത്, വായുവിനെ പോലെയാണ്. ഗൃഹീയാമി ഈശതത്തദ് വിഷയപരിചയേപി അപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ച ആത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച. ആകാശത്ത് നിന്ന് എന്ത് പഠിച്ചു എന്ന് വെച്ചാൽ സർവവ്യാപിയാണ് ആകാശം. സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ച് പരന്നു നിൽക്കണം. ആത്മാ ഇതുപോലെ സർവവ്യാപിയാണ്. ആത്മാ എല്ലാത്തിന്റെയും ഉള്ളിലും പുറത്തും ആകാശം പോലെ. ആകാശവത്
നിർമ്മല നിർവികൽപ്പം നിസ്സീമ നിസ്പന്ദന നിർവികാരം അന്തർബഹിശൂന്യം അനന്യം അദ്വയം സ്വയം പരം ബ്രഹ്മ കിമസ്തി ബോധ്യം. ആകാശവൻ നിർമ്മല നിർവികൽപ്പം നിസ്സീമ നിസ്പന്ദന നിർവികാരം, അതിന് സീമയില്ല. അന്തർബഹിശൂന്യം, ഉള്ള് പുറം ഒന്നുമില്ല. അനന്യം, ആകാശത്തിൽ ആകാശമല്ലാതെ വേറെ ഒന്നുമില്ല. അദ്വയം, രണ്ടില്ല. അതുപോലെയാണ് ബ്രഹ്മം, അതുപോലെയാണ് ഈശ്വരൻ. ആകാശം പോലെ ഭഗവാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. ആകാശം പോലെ ആത്മാ സർവത്ര വ്യാപിച്ചു നിൽക്കണു എന്നുള്ള തത്വം ഒരു ഉപമയായിട്ട് ആകാശത്തിനെ എടുത്തു എന്നാണ്. ആകാശമല്ലാതെ നമുക്കൊന്നും വേറെ അറിയാനില്ല. അതാണ് ഗഗന സദൃശം എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞത്. ഗഗന സദൃശം, ഗഗനം എന്ന് വെച്ചാൽ ആകാശം. ആകാശം പോലെ എങ്ങും വ്യാപിച്ചു നിൽക്കണതാണ്. അങ്ങനെ അറിഞ്ഞാൽ നമ്മളുടെ ചിത്തവും ആകാശം പോലെ വ്യാപിക്കും, മനസ്സും ആകാശം പോലെ വ്യാപിക്കും. ആകാശത്തിൽ ഇരുട്ടും വെളിച്ചവും വന്നിട്ട് പോലെ പോകുന്ന പോലെ, ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വന്നിട്ട് പോകുന്ന പോലെ ഉള്ളില് പല വിചാരങ്ങളും വികാരങ്ങളും വിഷയങ്ങളും ഒക്കെ വന്നിട്ട് പോണു. പക്ഷെ ആകാശത്തിനെ ഇതൊന്നും സ്പർശിക്കാത്ത പോലെ ആത്മാവിനെയും ഇതൊന്നും സ്പർശിക്കണില്ല എന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ സ്പർശിക്കില്ല. നല്ല ഉറപ്പ് ആർക്കുണ്ടോ അവർക്ക് സ്പർശിക്കില്ല. ചിതാകാശം, ഭൂതാകാശം, ചിത്താകാശം എന്ന് മൂന്നെണ്ണം ഉണ്ട്. ഈ കാണുന്നത്, പുറമേക്ക് കാണുന്നത് ഭൂതാകാശം. ഉള്ളിലെ ചിത്തവൃത്തികൾ കൊണ്ട് വ്യാപ്തമായിട്ടിരിക്കുന്നത് ചിത്താകാശം. ഈ ഭൂതാകാശവും ചിത്താകാശവും മാറിക്കിട്ടിയാൽ ഉള്ളിൽ അനുഭവപ്പെടുന്നതാണ് ചിതാകാശം. ചിതാകാശത്തിൽ സദാ ആത്മാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ബോധസൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദാകാശേ ചിദാദിത്യ സദാ ഭാതി നിരന്തരം ഉദയാസ്തമയോ നസ്തഃ കഥം സന്ധ്യാമുപാസ്മഹേന. ഹൃദയമാവുന്ന ആകാശത്തിൽ ബോധമാവുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണു, ഉദിക്കണമില്ല, അസ്തമിക്കണമില്ല എന്ന്. അവിടെ സന്ധ്യയൊന്നുമില്ല, അത്ര ഇവിടെ രാവുമില്ല പകലുമില്ല. നമ്മുടെ കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞത് ഈ ശ്ലോകം ഉദ്ധരിച്ചു എന്നാണ്. കാക്കശ്ശേരി ഭട്ടതിരി സന്ധ്യാവന്തരം കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോ ചില ബ്രാഹ്മണര് ചോദിച്ചു, എന്താ ഭട്ടേരി സന്ധ്യാവന്തനം കഴിക്കണില്ലേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഒന്നിൽ രാവിലെ ഒരു സന്ധ്യയുണ്ട്, വൈകിട്ടൊരു സന്ധ്യയുണ്ട്. പ്രാതസന്ധ്യ, സായം സന്ധ്യ, മാധ്യാഹ്നികം. ഇവിടെ സൂര്യൻ ഉദിക്കണമില്ല, അസ്തമിക്കണമില്ല, എപ്പോഴും ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ്. ഏത് സൂര്യൻ? ആത്മാവാകുന്ന സൂര്യൻ. പുറമേക്കുള്ള സൂര്യൻ കാണപ്പെടുന്നേയില്ല. ഹൃദയമാവുന്ന ആകാശത്തിൽ ആത്മാവാകുന്ന സൂര്യൻ, ബോധമാവുന്ന സൂര്യൻ ഉദിക്കാതെ അസ്തമിക്കാതെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു. എങ്ങനെ സന്ധ്യാവന്തനം ചെയ്യുന്നു? സന്ധ്യ ആയിട്ട് വേണ്ടേ വന്ദിക്കാൻ? അപ്പൊ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെയോ? ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കർമ്മമൊക്കെ പോലെ ഉണ്ടെങ്കിൽ അനുഷ്ഠിക്കാൻ പാടില്ല. ഇവിടെ എന്ത് വിലയാ ഉള്ളതെന്ന് വെച്ചാൽ, മൃതാ മോഹമയീ മാത, അമ്മയാവുന്ന അജ്ഞാനം ആവുന്ന അമ്മ മരിച്ചു എന്നാണ്. ജാതഹ ബോധമയോ ശിശുഹു, ജ്ഞാനമാവുന്ന കുട്ടി പിറന്നു. അപ്പൊ വാലായ്മയും പെലയും ഉണ്ടെന്നാണ്, രണ്ടും ഉണ്ടെന്ന്. അതുകൊണ്ട് മറ്റു കർമ്മങ്ങൾക്കൊക്കെ അശുദ്ധിയുണ്ട്. സർവത്തിനും അതീതമായ അവസ്ഥയിൽ സർവം ആത്മമയം, ഈശ്വരമയം. ഇതിന് ആകാശം ഒരു ഉദാഹരണം. ആകാശത്തിനെ ഉപമയായി വെച്ചുകൊണ്ട്, ഉദാഹരണമായി വെച്ചുകൊണ്ട് ഈ തത്വം പഠിച്ചു. ജലത്തിൽ നിന്നും മാധുര്യം എന്ന ഗുണം, സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവത് മാസ്മ ഗൃഹാം. ജലം എല്ലാത്തിന്റെയും അശുദ്ധി എടുക്കണ പോലെയും ജലത്തിന്റെ രുചി മധുരമാണെന്ന്. വെള്ളത്തിന് രുചിയില്ല എന്ന് നമ്മൾ പറയും, പക്ഷെ വെള്ളത്തിന്റെ രുചിയാണ് മധുരം എന്നാണ് ശാസ്ത്രം. വെള്ളത്തിന്റെ രുചിയല്ല, വെള്ളത്തിന്റെ രുചിയാണ് മാധുര്യം. വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള വസ്തുക്കളിലൊക്കെ രുചി തോന്നണത്. ജലാംശം ഉള്ളതുകൊണ്ട്. നല്ലവണ്ണം ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ അറിയാം. അപ്പോ ജലത്തിനെ പോലെ മധുര ഉദകവത് വന്യവൻ മാസ്മ ഗൃഹാം. അഗ്നിയെ പോലെ ഏതുതരം ഭക്ഷണം കഴിച്ചാലും
ആ ഭക്ഷണത്തിനെയൊക്കെ ദഹിപ്പിക്കാനുള്ള ശക്തി വേണം. അഗ്നിയിൽ എന്തിട്ടാലും എല്ലാത്തിനെയും എരിച്ചോളും. അതുപോലെ എന്തൊക്കെ അശുദ്ധി ഉള്ളിൽ ചെന്നാലും ഉള്ളിൽ ജ്ഞാനമാവുന്ന അഗ്നി ജ്വലിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ജ്ഞാനമാവുന്ന അഗ്നി ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റുമൊക്കെ ഉള്ളിലേക്ക് പോകുന്ന വാസനകളെ എല്ലാം ഭസ്മമാക്കും. ജ്ഞാനമാവുന്ന അഗ്നി എന്താണ്? ഏകത്വ ദർശനം. സർവം ബ്രഹ്മമയം ഈശ്വരമയം എന്നുള്ള അനുഭവമാണ് ജ്ഞാനമാവുന്ന അഗ്നി. അപ്പോ ഇന്ദ്രിയ വ്യാപാരങ്ങൾ ഒന്നും ചലിപ്പിക്കില്ല. ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതേപോലെ പുഷ്ടിർനഷ്ടിക്കലാനാം ശശിനൈവ തനോഹോ നാത്മനോസ്തീതി വിദ്യാം. ചന്ദ്രൻ അമാവാസ ദിവസം ഉണ്ടാവില്ല. പതുക്കെ വളർന്നു വരുന്നു. പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ. പിന്നെയും പൗർണമി കഴിഞ്ഞാൽ പതുക്കെ കലകൾ കുറയും. അമാവാസ ദിവസം മറഞ്ഞു പോകും. ഇതേപോലെ ശരീരം ജനിക്കുന്നതും വളരണതും മരിക്കുന്നതും ഒക്കെ കാണപ്പെടുന്നു. ഇത് കണ്ടിട്ട് ആളുകൾ ഇയാള് ജനിച്ചു, ഇയാള് വളരുന്നു, ഇയാള് മരിക്കുന്നു എന്ന് വ്യവഹാരമുണ്ട്. പക്ഷെ അവനവന്റെ അനുഭവം നോക്കിയാൽ നമുക്കറിയാം, 2 വയസ്സിലുള്ള ശരീരം 5 വയസ്സിലില്ല, 5 വയസ്സിലുള്ള ശരീരം 15 വയസ്സിലില്ല, 15 വയസ്സിലുള്ള ശരീരം 30 വയസ്സിലില്ല, 30 വയസ്സിലുള്ള ശരീരം 70-80 വയസ്സിലില്ല. ശരീരം മാറിക്കൊണ്ടേയിരിക്കണം. അനുക്ഷണം ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ കോശങ്ങളും മാറിക്കൊണ്ടിരിക്കും. 7 വർഷം കഴിഞ്ഞാൽ ശരീരമേ മാറും എന്നാണ്. ഓരോ കോശവും മാറിയിട്ടുണ്ടാവും. അങ്ങനെ ശരീരം മുഴുവൻ മാറുമ്പോഴും എല്ലാവരുടെയും അനുഭവം എന്താണ്? 7 വയസ്സിലുള്ള ഞാനല്ല 30 വയസ്സിലുള്ളതെന്ന് പറയോ? 30 വയസ്സിലൊരു ഞാൻ, 7 വയസ്സിലൊരു ഞാൻ, 80 വയസ്സിലൊരു ഞാൻ എന്ന് ആ ഞാൻ എന്നുള്ള അനുഭവം മാറണില്ല. ശരീരം മാറണു, മനസ്സ് മാറണു, വികാരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അല പോലെ പൊന്തുണു താഴുന്നു, വികാരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ മാറണില്ല. എല്ലാം മാറുമ്പോഴും ഞാൻ എന്നുള്ള ഉണർവ് എപ്പോഴും ഒരേപോലെ വർത്തിക്കുന്നു. അതാണ് നമുക്ക് ശരിക്ക് തെളിഞ്ഞ ബുദ്ധിയാണെങ്കിൽ അധികമൊന്നും ഇവിടെ അറിയാനില്ല. ഒരുപാട് ശാസ്ത്രമൊന്നും പഠിക്കണ്ട, ഒരുപാട് മനസ്സിലാക്കാനൊന്നുമില്ല, കഷ്ടപ്പെടാനേ ഇല്ല. ബുദ്ധി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഈ 7 ദിവസം കേട്ടതിൽ പലതും വിട്ടുകളയാം. നല്ല തെളിഞ്ഞ ബുദ്ധിയാണെങ്കിൽ ഒരേ ഒരു കാര്യം മതി. ഭഗവാൻ തന്നെ ഉദ്ധവർക്ക് വിഭൂതികളെയൊക്കെ ഉപദേശിച്ചു. ബ്രഹ്മണ്യാനാം എന്താണ് ബലിസ്ത്വം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടല്ലോ. അതിലൊക്കെ വിഭൂതി യോഗത്തിന്റെ സംഗ്രഹമാണത്. ഭാഗവതത്തിലും ഒരു വിഭൂതി യോഗമുണ്ട്, ഗീത പോലെ. പക്ഷെ ഭാഗവതത്തിൽ ഭഗവാൻ അവസാനം ഈ വിഭൂതികളൊക്കെ വർണ്ണിച്ചു പറഞ്ഞു, ഉദ്ധവ, ഈ വിഭൂതികളൊക്കെ വെറും മനോവികാരമാണെന്ന് പറഞ്ഞു. ഈ വർണ്ണിച്ച വിഭൂതികൾ മുഴുവൻ മനോവികാരം. നീ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് മനോവികാരത്തിന്റെ മണ്ഡലത്തിൽ ചിലതൊക്കെ വർണ്ണിച്ചു തന്നു തനിക്ക്, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ തനിക്ക് അത്ര കണ്ട് ശക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനോവികാരത്തിനെയൊക്കെ മാറ്റിവെച്ച് പരമസത്യത്തിനെ പിടിക്കാം. വാചം യച്ഛ മനോയച്ഛ പ്രാണാൻ യച്ഛേന്ദ്രിയാണിച്ച ആത്മാനം ആത്മനാ യച്ഛ നഭൂയഃ കൽപ്പസേ അധ്വനേ. വാക്കിനെ അടക്കൂ, മനസ്സിനെ അടക്കൂ, പ്രാണനെ അടക്കൂ. ഇപ്പൊ തന്നെ വേണമെങ്കിൽ തനിക്ക് സാധിക്കുമെങ്കിൽ സർവേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും അടക്കി ശാന്തിയെ സമ്പാദിച്ച ശാന്തി തന്നെ ആത്മസാക്ഷാത്കാരം. ശാന്തി തന്നെ ആത്മസാക്ഷാത്കാരം, ശാന്തി തന്നെ ഭഗവാന്റെ സ്വരൂപം. അപ്പോ നമുക്ക് അധികം അറിയാനില്ല. വേണമെങ്കിൽ എളുപ്പത്തിൽ കാര്യം നടക്കും. ഈ ഞാൻ എന്നുള്ളത് എന്താണ്? ഞാൻ എന്നുള്ളിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ, അതെന്താണ് എന്ന് ഡയറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഒരാളുടെയും സഹായം വേണ്ട. ഇതാണ് സഹായം, ഈ പറയണതാണ് സഹായം. വസ്തു വളരെ അടുത്തുണ്ട്, ഒട്ടും ദൂരത്തിലല്ല, ആർക്കും നിഷേധിക്കാൻ പറ്റാതെ ഉണ്ട്. നമ്മളുടെ ഒക്കെ ഉള്ളിൽ ഞാൻ 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 എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കും. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു, ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാ മുദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഏറ്റവും വലിയ ഗുരു
ആ സർവേശ്വരൻ ഹൃദയത്തിൽ സദാ ഞാൻ 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 എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരം മാറണു, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മുതലായ അവസ്ഥകളൊക്കെ വന്നിട്ട് പോകുമ്പോഴും യാതൊരു മാറ്റമില്ലാതെ പരിണാമമില്ലാതെ എപ്പോഴും ഒരേ അനുഭവമായിട്ട് നമുക്കൊക്കെ ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ബാക്കിയൊക്കെ വന്നിട്ട് പോകും, പല ഭാവങ്ങൾ വന്നിട്ട് പോകും. ആ ഭാവങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനുണ്ട്, ആ ഭാവം വരുമ്പോഴും ഞാനുണ്ട്, ആ ഭാവം പോയപ്പോഴും ഞാനുണ്ട്. ഞാൻ അതേപോലെ ഇരിക്കണം. ഭാവങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഒന്ന് തിരശീല പോലെ വന്നിട്ട് പോയി. വരുമ്പോ ആ ഭാവത്തിൽ അഭിമാനമുണ്ടെങ്കിൽ ആ ഭാവത്തിനെ താനെന്ന് ധരിക്കും. അല്ലെ, കോപം എന്നുള്ളത് വരുന്നു, കോപം വേറെ ഞാൻ വേറെ. കോപം ഒരു വികാരമായിട്ട് പൊന്തുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കോപം വരണൂന്ന് അറിയും. നമ്മൾ ആരുടെയും ശണ്ട കൂടുമ്പോ എനിക്ക് ദേഷ്യം വരണു എന്ന് പറയും. അപ്പൊ ദേഷ്യം വേറെ ഞാൻ വേറെ. പക്ഷെ അടുത്ത ക്ഷണം എന്താണ്? ആ ദേഷ്യത്തിൽ വീണുപോയിട്ട് ദേഷ്യമേ ഞാനായിട്ട് തീരും. ഐഡന്റിഫിക്ക. ഇതാണ് പ്രകൃതി പുരുഷ സംയോഗം. പ്രകൃതിയെ താനായിട്ട് കരുതിയാൽ, പ്രകൃതിയിൽ എന്ത് കോപമുണ്ടായാൽ ഞാൻ കോപി, കാമമുണ്ടായാൽ ഞാൻ കാമി, അസൂയ ഉണ്ടായാൽ ഞാൻ അസൂയി. ഏത് ഭാവം ആ പ്രകൃതി വികാരമാണ് ഇതൊക്കെ. അപ്പോ ഇതൊന്നും ഞാനല്ല. യഥാർത്ഥ ഞാൻ എല്ലാറ്റിനു പുറകിലും അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് പിരിച്ചിട്ട് ഈ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചു നോക്കിയാൽ അഹങ്കാരരൂപമായ ഞാൻ അവിടെ മറയും. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലത് ഏകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ഞാൻ 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 എന്ന് അരുളുവതൊക്കെ പറയുന്നത് എല്ലാവരും പറയണു, അനുസ്യൂതം ജപിക്കണു. ബൃഹദാരണ്യക ഉപനിഷത്ത് പറഞ്ഞു ഭഗവാന്റെ ഏറ്റവും വലിയ നാമമാണത്രേ അഹം എന്നുള്ളത്. അഹം നാമ അഭവത്. അതിനുശേഷമാണ് പ്രണവം പോലും പൊന്തിയത് എന്നാണ്. ഞാൻ എന്നുള്ള ഉണർവുണ്ടായ ശേഷമാണ് പ്രണവം പോലും ജപിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ആർക്ക് ജപിക്കാൻ പറ്റും? അപ്പൊ ഈ ജപിക്കണവൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഈ ജപിക്കുന്ന ഞാൻ അവിടെ ഉള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതൊക്കെ നടക്കണത്. അപ്പൊ ജപിക്കുന്നതായ ഈ ഞാൻ, ജപം ചെയ്യുന്നതായ ഈ ഞാൻ, ഭക്തി ചെയ്യുന്നതായ ഈ ഞാൻ, ഭഗവാനെ കാണണമെന്ന് ആശിക്കുന്ന ഈ ഞാൻ, ധ്യാനിക്കണം എന്ന് ആശിക്കുന്ന ഈ ഞാൻ, ധ്യാനം പരിശീലിക്കുന്ന ഈ ഞാൻ, എല്ലാത്തിനു പുറകിലും അനുസ്യൂതം അനുവർത്തമാനം, അനുവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ഞാൻ എന്താണ്? ഈ ഞാൻ ആരാണ്? ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കിയാൽ ഞാൻ എന്നുള്ള വികാരത്തിന്റെ സ്ഥാനത്ത് ഞാൻ എന്നുള്ള ബോധം പ്രകാശിക്കും. ഞാൻ എന്നുള്ള വികാരത്തിന്റെ സ്ഥാനത്ത് ഞാൻ എന്നുള്ള ബോധം പ്രകാശിക്കും. അല്പമായ വസ്തു പോയി അഖണ്ഡാകാശമായി വിരിഞ്ഞു നിൽക്കും. അല്പമായ വസ്തു പോയി അഖണ്ഡബോധമായി ചിദാകാശമായി വിരിഞ്ഞു നിൽക്കും. അതില് ഭേദമേ ഇല്ല, വികൽപ്പങ്ങളൊക്കെ അകന്നുപോയി. സർവപ്രാണികളുടെയും ഹൃദയത്തിൽ അത് തന്നെ. യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ. പക്ഷി, മൃഗങ്ങള് എല്ലാറ്റിന്റെ ഉള്ളിലും ഞാൻ ഞാൻ ഇതേ അഖണ്ഡ വസ്തു ജ്വലിക്കും. അപ്പോ അത് കണ്ടെത്താൻ ഉള്ള വഴിയാണ് ഈ ജ്ഞാനമാവുന്ന അഗ്നിയെ ഉള്ളിൽ ജ്വലിപ്പിക്കണം. ഈ ബോധത്തിനെ ഒന്ന് സ്പർശിച്ചാൽ ആ ബോധമേ അഗ്നിസ്വരൂപം. ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ ജ്വലിച്ചാൽ ഇത് കണ്ടെത്താം. ശരീരം വേറെ, ഞാൻ വേറെ. ശരീരം ചന്ദ്രനെ പോലെ വളർന്നുകൊണ്ടിരിക്കും, ക്ഷയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. ചന്ദ്രന്റെ കലയാണ് ബാധിക്കപ്പെടുന്നത്, ചന്ദ്രൻ ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ യഥാർത്ഥത്തിൽ ഞാൻ ബാധിക്കപ്പെടുന്നില്ല. സൂര്യനിൽ നിന്നും അതുപോലെ തന്നെ ജ്ഞാനം പഠിച്ചു. സൂര്യൻ ആത്മാവിനെ പോലെ സദാ ഭാസിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യനെ അത്യാവശ്യം മേഘം മറച്ചാൽ നമ്മൾ പറയും സൂര്യനെ മേഘം മറച്ചു. പക്ഷെ സൂര്യനെ ഒന്നും മേഘം മറച്ചില്ല, നമ്മളുടെ ദൃഷ്ടിയാണ് മറച്ചിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് എത്രയോ ചുവട്ടിലാണ് മേഘം. പ്ലെയിനിൽ പോകുമ്പോൾ മേഘമൊക്കെ ചുവട്ടിൽ കാണും. അപ്പൊ സൂര്യൻ മേഘം സൂര്യനെ മറച്ചില്ല, നമ്മളുടെ കണ്ണിനെ മറച്ചു. അതുപോലെ ആത്മാവിനെ അജ്ഞാനമൊന്നും മറച്ചിട്ടില്ല. അജ്ഞാനം ഉണ്ടെന്ന് പോലും അറിയണത് ആത്മപ്രഭാവം കൊണ്ടാണ്. അപ്പൊ ആത്മാവിനെ അജ്ഞാനമൊന്നും മറച്ചിട്ടില്ല, അജ്ഞാനം ബുദ്ധിയെ മറച്ചു. അപ്പൊ ബുദ്ധിയിൽ നിന്നും അജ്ഞാനത്തിനെ നീക്കിയാൽ എപ്പോഴും നിരസ്തകുഹകം സത്യം, മറവില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തിനെ താനെന്ന് കണ്ടെത്താം. ഇപ്പൊ തന്നെ ഉള്ളതായിട്ട് കണ്ടെത്താം. അതാണ് പുഷ്ടിർ നഷ്ടി കലാനാം ശശിനൈവ തനോഹോ നാത്മനോസ്തീതി വിദ്യാം തോയാദിവ്യസ്ത മാർത്താണ്ഡവതപിച്ച് തനുഷു ഏകതാം ത്വത്പ്രസാദാത്. മാർത്താണ്ഡെന്ന് വെച്ചാൽ സൂര്യൻ. സൂര്യൻ
ഒരു 10 കുടത്തിൽ വെള്ളം നിറച്ചു വെച്ചാൽ 10 കുടത്തിലും പ്രതിബിംബിക്കും. ഒരു കുടത്തിലെ വെള്ളം നീല കളറാണെങ്കിൽ സൂര്യൻ നീല കളർ പോലെ തോന്നും. ഒരു കുടത്തിലെ വെള്ളം പച്ച കളറാണെങ്കിൽ സൂര്യൻ പച്ച കളർ പോലെ തോന്നും. ഒരു കുടത്തിലെ വെള്ളം ചുവന്ന കളറാണെങ്കിൽ സൂര്യൻ ചുവപ്പ് പോലെ തോന്നും. പക്ഷെ വാസ്തവത്തിൽ സൂര്യനെ ഈ കളർ ഏതെങ്കിലും ബാധിക്കുന്നുണ്ടോ? സൂര്യന് കളറുണ്ടോ? യാതൊരു കളറുമില്ലാത്ത സൂര്യൻ അതാത് കുടത്തിലെ വെള്ളത്തിൽ അതാത് കളറിൽ പ്രതിബിംബിക്കണ പോലെ ഏകവും അദ്വയവുമായ ബ്രഹ്മം സ്ത്രീ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഞാൻ സ്ത്രീ എന്നൊരു തോന്നൽ, പുരുഷ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഞാൻ പുരുഷൻ എന്നൊരു തോന്നൽ, നായിയുടെ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അതിന് നായി ഭാവം, പൂച്ചയുടെ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പൂച്ചയുടെ ഭാവം, പുലിയുടെ ശരീരത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പുലിയുടെ ഭാവം. എല്ലാറ്റിലും ഈ ബോധം പ്രതിബിംബിക്കണു. പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യൻ ബാധിക്കപ്പെടാത്തതുപോലെ ബ്രഹ്മം ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തോയാതി വ്യസ്തമാർത്താണ്ഡവദപി. ബാക്കിയുള്ള അനേക ഗുരുക്കന്മാരുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഓരോ തത്വം പഠിച്ചു. പ്രാവിൽ നിന്ന് പഠിച്ചു. പക്ഷിയെ ഒരു വേടൻ പിടിക്കുന്നത് കണ്ടു. അപ്പോ കൂട്ടില് പ്രാവ് ആൺപക്ഷിയും പെൺപക്ഷിയും പ്രാവ് കുട്ടികളും ഒക്കെ കൂടെ കൂട്ടില് വലയിൽ കുടുങ്ങി. അത് കണ്ടപ്പോ അവധൂതന് മനസ്സിലായി, നമ്മളും ഇങ്ങനെ ആസക്തി കാരണം യമന്റെ വലയിൽ കുടുങ്ങും. എന്റെ കുടുംബം, എന്റെ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ വലയിൽ കുടുങ്ങും എന്നാണ്. മേ 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 എന്ന് പറഞ്ഞ് വലയിൽ കുടുങ്ങും. ആസക്തി ഈ കാരണമാണ് ഈ സംസാരത്തിൽ കുടുങ്ങണതെന്ന് പഠിച്ചു അത്രയാണ്. നീലകണ്ഠ ദീക്ഷിതർ ഒരു സുഭാഷിതം പറയണം. നീലകണ്ഠ ദീക്ഷിതർ അപ്പയ്യ ദീക്ഷിതരുടെ ബന്ധുവാണ്, വലിയ തപസ്വി ശിവഭക്തർ. അദ്ദേഹം ധാരാളം സുഭാഷിതങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കല് അദ്ദേഹത്തിന്റെ അടുത്ത് ദിവസം അടുത്ത വീട്ടിലൊരു വലിയ പണക്കാരൻ വന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാനുള്ളത്? എന്റെ വീട് വലിയ ബംഗ്ലാവാണ്, കെട്ടിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ ധാരാളം പശുക്കളുണ്ട്. എന്റെ മകനെ കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല ജോലി, ധാരാളം സമ്പാദിക്കുന്നുണ്ട്. ഇതല്ലേ രണ്ടുപേര് ചേർന്ന ഇതൊക്കെ ഉള്ളൂ വർത്തമാനം. ഒന്നിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പുൾട്ട് വിട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കും. ഇതേ പറയാനുള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നീലകണ്ഠ ദീക്ഷിതർക്കും മതി ഇയാളുടെ ഈ വർത്തമാനം കേട്ടിട്ട്. അപ്പൊ നേരെ ഇയാൾ ഒരു ദിവസം ഒന്ന് വർത്തമാനം പറയുമ്പോ അവിടെ ഒരു ആടിനെ കെട്ടിയിട്ടുണ്ട്. ആടും മേ 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 എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കണം. ഇയാളും ഞാൻ 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 രണ്ടും ഒന്ന്. സംസ്കൃതത്തിൽ മേ എന്ന് വെച്ചാൽ ഞാൻ എന്റെ എന്നർത്ഥം സംസ്കൃതത്തിൽ. ആട് മേ മേ എന്ന് പറയണു. നീലകണ്ഠ ദീക്ഷിതർ ചോദിച്ചു, നിങ്ങളെ കുറിച്ച് ഞാനൊരു ശ്ലോകം ചൊല്ലട്ടെ എന്ന് ചോദിച്ചു. അയാൾക്ക് വലിയ സന്തോഷമായി. എന്താന്ന് വെച്ചാൽ സാധാരണ രാജാക്കന്മാരെയൊക്കെയാണ് സ്തുതിക്കുക. അപ്പൊ നീലകണ്ഠ ദീക്ഷിതരെ പോലെ ഒരു കവി തന്നെ സ്തുതിക്കുക എന്ന് വെച്ചാൽ അതിനേക്കാളും വലിയൊരു പെരുമ എന്തുണ്ട്? പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചൊല്ലി, ആട് ഇയാള് ദാരാ ഇമേ മേ തനയാ ഇമേ മേ ഗൃഹാ ഇമേ മേ പശവശ്ച മേ മേ ഏവം നരോ മേഷ സമാനധർമ്മ മേ മേ കരഃ കാലവൃകേണ നീത. ഈ ആട് മേ 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 നിലവിളിച്ചുകൊണ്ടിരുന്ന അവസാനം കുറുക്കം പിടിച്ചോണ്ട് പോകും. അതുപോലെ എന്റെ മേ ധാരായി മേ മേ തനയായി മേ മേ, എന്റെ കുട്ടികളെ, എന്റെ ഭാര്യ, എന്റെ സമ്പത്ത്, എന്റെ വീട്, എന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു കുറുക്കം പിടിക്കും. അത്ര ഏത് കുറുക്കൻ എന്ന് വെച്ചാൽ യമനാവുന്ന കുറുക്കൻ അവസാനം പിടിച്ചുകൊണ്ടുപോകും. കാലവൃകേണ നീത. അപ്പോ ഈ പ്രാവിൽ നിന്നും ആ തത്വം പഠിച്ചു. ഗൃഹത്തിൽ ആസക്തനായിക്കൊണ്ടിരുന്നാൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഇരിക്കണം, അനാസക്തനായിരിക്കണം എന്ന് പഠിച്ചു. മലമ്പാമ്പ് ഒരിടത്തേ കിടന്ന് കിട്ടിയത് തിന്നിട്ട് സമാധാനമായിട്ടിരിക്കും. അതുപോലെ മനുഷ്യനെ അറിയണില്ല. കിട്ടിയത് തിന്നിട്ട് സമാധാനമായിട്ട് ശാന്തിയായിട്ടിരിക്കാൻ കഴിയുമെങ്കിൽ അതുവേ വലിയ അനുഗ്രഹം. ഭക്ഷണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവൻ വലിയ ആള്. ഈ അജഗരത്തിനെ കണ്ടൊരു തത്വം പഠിച്ചു. ഈ പാമ്പ് ഒരിടത്ത് വായും പൊളിച്ച് കിടക്കണു, മുയലോ മറ്റോ ഒക്കെ ഓടി വന്ന് ഇതിന്റെ വായിൽ വീഴും. അപ്പൊ ഇത് കണ്ടപ്പോ അവധൂതൻ ആശ്ചര്യം തോന്നി. എന്ത് സാമർത്ഥ്യം! ഇത്തിരി പണിയെടുക്കാതെ ഒരിടത്ത് കിടക്കണു, ആഹാരം കിട്ടണു. സന്യാസിയും ഇതുപോലെ ഇരിക്കണം എന്ന് പഠിച്ചു അത്രേ. സന്യാസിയും ഇതുപോലെ ഇരിക്കണം എന്നാണ്. സന്യാസി വേണ്ടാത്ത പ്രവൃത്തിയിലൊന്നും പോയി കുടുങ്ങരുത്.
ഇതുപോലെ അജകരവൃത്തി എന്നൊന്നുണ്ട്. എതിർച്ചയാ വന്നാൽ കഴിക്കാം, അങ്ങനെ ഒരു വൃത്തി. ഭർതൃഹരി പറയണു, ഒരു പാമ്പിനെ ഒരാൾ പെട്ടിയിലിട്ട് പൂട്ടിയത്രേ. പെട്ടിയിലിട്ട് പൂട്ടിയപ്പോ ആ പാമ്പ് ചാവുവോ നോക്കാൻ വേണ്ടിയിട്ടാ. ഒരു ദിവസം കഴിഞ്ഞപ്പോ ഒരു എലി ആ പെട്ടി ഒരു ദ്വാരം ഉണ്ടാക്കി ഉള്ളിൽ പോയിന്ന. പാമ്പ് ആ എലിയെ തിന്നിട്ട് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു അത്രയും. അപ്പൊ അതിന് ജീവിക്കാനുണ്ടെങ്കിൽ കൊല്ലണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കണം. അപ്പൊ ആ അജഗരത്ത് നിന്ന് ആ ഒരു തത്വം പഠിച്ചു. ആ പാമ്പിന് ഒരു നമസ്കാരം കൊടുത്തു. പ്രാപ്തം പ്രാശ്നൻ സഹേയം ക്ഷുതമപി ശയുവത് സിന്ധുവത്സ്യാം അഗാധഃ. സമുദ്രത്തിനെ പോലെ ഞാൻ ആഴമുള്ളവനായിരിക്കണം. സമുദ്രം എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ക്ഷുഭിതമാവില്ല. ആഴത്തിലുള്ള സിന്ധു, ആഴം കൂടുന്തോറും അലയില്ലാതെ ഇരിക്കും. അപ്പൊ അതുപോലെ സിന്ധുവത്സ്യാം അഗാധഃ, സിന്ധുവിനെ പോലെ ഗുരുവായൂരപ്പ ഞാനും നല്ല ആഴമുള്ള. ആഴം എവിടെ വരണം? ഉള്ളിൽ ആത്മാവിൽ ഇറങ്ങണം. വെളിയിലൊക്കെ ബോറിട്ടിട്ട് വെള്ളം എടുക്കണം, അതുപോലെ ഉള്ളിൽ ബോറിടണം. പലർക്കും ബോർ അടിക്കണു അല്ലെ? ആ ബോറടിക്കുമ്പോ ആർക്ക് ബോറടിക്കണു നോക്കണം. എന്തുകൊണ്ടാ ബോറടിക്കുന്നത്? ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് ബോറടിക്കുന്നത്. എന്തുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോ ബോറടിക്കണു? തനിയെ ഇരിക്കുന്നത് കൊണ്ട് ബോറടിക്കണു. തനിയെ ഇരിക്കുമ്പോ എന്തുകൊണ്ട് ബോറടിക്കണു? എന്റെ മനസ്സ് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കണു, അതുകൊണ്ട് ബോറടിക്കണം. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ബോറൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ തന്നെ തനിയെ ഇരിക്കുമ്പോ തന്നെ വെച്ചുകൊണ്ട് മഹാബോറായിരിക്കണമെന്നർത്ഥം. അപ്പോ തന്നിൽ ബോറിടണം. ബോറിട്ടാൽ ആഴത്തിൽ കുഴിച്ചിറങ്ങിയാൽ ആ ആഴത്തിൽ ഒരു വസ്തു പ്രകാശിക്കും. ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും ജ്ഞാനമാവുന്ന തീർത്ഥമെടുത്ത് കുടിക്കണം. ആ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ജ്ഞാനമാവുന്ന തീർത്ഥമെടുത്ത് കുടിച്ചാൽ മനസ്സിന് ശാന്തി ഉണ്ടാവും. അങ്ങനെ പഠിച്ചു. പിന്നെ 5 ഉദാഹരണം, 5 പേര്. തേൻ വണ്ട്, ആന, മാന്, ശലഭം, പിന്നെ കുരങ്ക, മാതങ്ക, പതങ്ക, മീന്, മത്സ്യം. ഇങ്ങനെ 5 എണ്ണം. ഇത് 5ഉം 5 ഇന്ദ്രിയങ്ങളുടെ പ്രതിനിധികളാണ്. മാന് കാട്ടിലെ സംഗീതമൊക്കെ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടും. പാട്ടുപാടുന്നതും താളവാദ്യങ്ങളും മുഴക്കുന്നതും കേട്ട് ആ ശബ്ദത്തിലുള്ള ആസക്തി കാരണം ഓടി വലയിൽ പെടും. അതുപോലെ ഗുരുവായൂരപ്പ ഞാനും ഈ മാനിനെ പോലെ കുടുങ്ങാതിരിക്കണം. ആദ്യം പറഞ്ഞത് ഇവിടെ ഉദാഹരണമായി എടുത്തത് മാനിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. മാമുഖം ഗ്രാമ്യഗീതൈഹി, അതാണ് ഇവിടെ ഭട്ടതിരി എടുത്തത്. ഗ്രാമ്യഗീതം, ഗ്രാമ്യഗീതം ന ശൃണുയാത്. ഗ്രാമ്യഗീതം കേട്ടിട്ട് വീണുപോകരുത് എന്നാണ്. മാമുഖം ഗ്രാമ്യഗീതൈഹി, അതായത് മനസ്സ് അല്പമൊന്ന് ശാന്തമായിരിക്കുമ്പോൾ ഗ്രാമ്യഗീതം കേട്ടാൽ ഇളകും. ഗ്രാമ്യഗീതം എന്ന് വെച്ചാൽ വേണ്ടാത്ത വിചാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാട്ടുകളും മറ്റുമൊക്കെ, അതൊക്കെ കേൾക്കുമ്പോ ഇളകും. അപ്പൊ മാമുഖം ഗ്രാമ്യഗീതൈഹി, ഡപ്പാങ്കൂത്ത് പാട്ടുകളൊന്നും കേൾക്കരുതെന്നർത്ഥം. ഭക്തി ഇല്ലെങ്കിൽ സംഗീതം എന്ത് സംഗീതം? സംഗീതജ്ഞാനമോ ഭക്തി വിനാ സന്മാർഗമോ ഗളദേവോ മനസ. ത്യാഗരാജസ്വാമികൾ അങ്ങനെ പാടി. സംഗീതജ്ഞാനം ഭക്തിയില്ലെങ്കിൽ അത് എന്തിനു കൊള്ളും? സംഗീതം. അത്രയും സംഗീതം എന്ന് പറയാൻ പറ്റില്ല. സംഗീതം പാടുമ്പോ ഭഗവാൻ തലയാട്ടുണ്ടോ നോക്കണോ, അത്രയും മറ്റുള്ളവർ തലയാട്ടുണ്ടോ നോക്കാൻ പാടില്ല. നിധിശാല സുഖമു രാമുനി സന്നിധി സേവാ സുഖമ നിജമുഖ പൽഗു മമതാ ബന്ധനയുത നരസ്തുതി സുഖമ. ത്യാഗരാജസ്വാമികൾ പാടി. ആളുകൾ സ്തുതിക്കുന്നത് സുഖമാണോ? രസിക ശിരോമണി ദാശരഥേ
രാമൻ രസിക ശിരോമണിയാത്രേ, ഭഗവാൻ രസിക്കണം. അപ്പൊ സംഗീതം ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവത് പ്രസാദത്തിന് വേണ്ടിയാണ്. അതല്ലാത്ത സംഗീതം കേട്ട് ചെവിയും മനസ്സും കേടുവരുത്തരുതാണ്. അങ്ങനെ സംഗീതം മാപപ്തം യോഷിതാദോഷികിനി ശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തദ്വത് ധനചയനവശാത് മാഹമീശ പ്രണേശം. അടുത്തത് ഈ ശലഭം. തീ കൊളുത്തി വെച്ചാൽ തീയില് മഴക്കാലത്ത് ഈ പാറ്റ ഇങ്ങനെ വന്ന് വീഴും. പാറ്റ വന്നിട്ട് തീ കണ്ടു കഴിഞ്ഞാൽ അതിൽ പോയി വീഴും. അത് മുമ്പിലുള്ള പാറ്റകളൊക്കെ തീയിൽ എരിഞ്ഞാലും ഈ പുറകെ വരുന്ന പാറ്റകൾ മിണ്ടാതിരിക്കില്ല, അതൊക്കെ പോയി വീഴും. അതേപോലെ ആകർഷണം, കണ്ണിനുള്ള ആകർഷണം, കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണാനുള്ള ആഗ്രഹത്തിൽ അതിൽ പോയി വീഴാതിരിക്കണേ ഭഗവാനെ. അതിന് നമുക്ക് ഇപ്പോ പ്രത്യക്ഷ ഉദാഹരണമാണ് TV. അത് വന്ന ശേഷം നാമം ജപിക്കലില്ല, സങ്കീർത്തനമില്ല, ഒന്നിനും സമയമില്ല, അതിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ TV-യിൽ വീണിട്ട് മനസ്സ് കേടുവരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകൊണ്ട് പലതും കാണാനുള്ള ആഗ്രഹം അല്ലെ, മനസ്സിന് ശാന്തിയായിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ പോയി ഇരിക്കണം നമുക്ക് തോന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വ്യവഹാരത്തിന്, യുക്താഹാര വിഹാരസ്യ, ഒരു വിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ആയാൽ കുഴപ്പമില്ല. പക്ഷേ സദാ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ വിട്ടുകളഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടാൽ നഷ്ടം നമുക്കാണ്. അപ്പോ കണ്ണിന് ഈ ശലഭത്തിനെ പോലെ, ശലഭം, കുരങ്ക, മാതങ്ക, പതങ്ക, മീന്, മത്സ്യം നാക്കിനടിമപ്പെട്ടിട്ട് മത്സ്യം മരിച്ചു പോകണം, വലയിൽ കൊടുക്കണം, ചൂണ്ടയിൽ കൊടുക്കണം. അതുപോലെ നാക്കിനടിമ. നാക്കിന് വേണ്ടിയിട്ടാണ് എത്ര വസ്തുക്കൾ, സാധനങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. എന്നാലോ നാക്കിന് രുചിക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങൾ കണ്ടുപിടിച്ചു. അത് ഇതുവരെ പോണവരേ ഉള്ളൂ രുചി. നാക്കിന്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നൊന്നും അറിയില്ല. നാക്കിന്റെ ആ ഏരിയയിൽ മാത്രമേ ഉള്ളൂ രുചി. രുചി നോക്കണ്ട എന്നല്ല, സാത്വികമായി രുചിച്ച് ഭക്ഷിക്കാം. പക്ഷെ രുചിക്ക് വേണ്ടി മാത്രം തിന്നുകൊണ്ടേയിരിക്കുക. വിശപ്പ് കഴിഞ്ഞാലും തിന്നുകൊണ്ടിരിക്കുക. വയറ് കേടുവരും, ശരീരം കേടുവരും, മനസ്സ് കേടുവരും, എല്ലാം കേടുവരും. നാക്കിന് ചുവട്ടിൽ പോയാൽ എത്ര നല്ല ഭക്ഷണവും അശുദ്ധമാവും. ഒരു ഗുരു പറഞ്ഞു അത്ര ഒരു ശിഷ്യനോട്. ശിഷ്യൻ നല്ല വിനയമുള്ളവനാണ്. അപ്പൊ ആ വിനയത്തിൽ ചിലപ്പോൾ ഒരു അഹങ്കാരം വന്നു പോകുമല്ലോ, അത് നീക്കാൻ വേണ്ടിയിട്ട് ഗുരു പറഞ്ഞു, തന്നെക്കാളും താണ ഒരു വസ്തു എടുത്തോണ്ട് വരാം. രാമകൃഷ്ണദേവൻ പറയണ കഥയാത്. ഈ ശിഷ്യൻ എവിടെ തെരഞ്ഞിട്ടും തന്നെക്കാളും താണ ഒരു വസ്തു കിട്ടിയില്ല. അവസാനം അയാൾ കണ്ടുപിടിച്ചു വിസർജനം ചെയ്ത മലം. അയാൾ എടുക്കാൻ പോയി. അത്രേ എടുക്കാൻ പോയപ്പോ അത് അവിടുന്ന് പറഞ്ഞു, തൊട്ടുപോകരുത്. ഞാൻ ഒരു കാലത്ത് നല്ല ജിലേബി ആയിരുന്നു, താൻ ഒരിക്കൽ വായിലിട്ടപ്പോഴാണ് ഈ സ്ഥിതി വന്നത്. ഇനിയൊരു രണ്ടാമത് പ്രാവശ്യം താൻ തൊട്ടാൽ എന്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ വയ്യാന്ന്. ഈ ശരീരം എന്തിനെ തൊട്ടുവോ അതിനെയൊക്കെ അശുദ്ധമാക്കും. അപ്പോ നാക്ക് കഴിഞ്ഞാ കഴിഞ്ഞു അല്ലേ. അപ്പൊ നാക്കിനോടുള്ള രുചിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണു, എത്ര കഷ്ടപ്പെടണു മനുഷ്യൻ, എത്ര വിഷമിക്കണം. ഋഷികേശില് വളരെ വയസ്സായ ഒരു സ്വാമി, അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ പറഞ്ഞ കഥയാണ്. വളരെ വയസ്സായ സ്വാമി, വളരെ ബഹുമാന്യനാണ് അദ്ദേഹം. ഇപ്പൊ അദ്ദേഹം ഇല്ല, സമാധിയായി, വളരെ വർഷങ്ങളുമായി. അദ്ദേഹം ഒരിക്കല് ഒരു കടയിൽ ധാരാളം ജിലേബി വെച്ചിരിക്കണം, അടുക്കി വെച്ചിരിക്കണം. അപ്പൊ അദ്ദേഹം കുറേ നേരം ആ കടയുടെ മുമ്പിൽ പോയി നിന്നു. നല്ല തപസ്വി, നല്ല ഭക്തൻ. പക്ഷെ ആ ഏരിയയിൽ അദ്ദേഹത്തിന് ആർക്കും അറിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ജിലേബി, ചുവട്ടിലുള്ള ജിലേബി മുതൽ മേലെയുള്ള ജിലേബി വരെ എല്ലാത്തിനെയും നക്കിയത്രയും. അവിടെ ഉള്ളവരെല്ലാവരും കൂടെ നല്ലവണ്ണം അടിച്ചു അദ്ദേഹത്തിന്.
അടിച്ച് ചുവട്ടിലിട്ടു. നടന്ന സംഭവമാണ്. എല്ലാം കഴിഞ്ഞ് അടിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അടിയൊക്കെ വാങ്ങിച്ചു. ചോര ഒലിച്ച് കിടക്കണു. ആരോ ഒന്ന് എടുത്തോണ്ട് പോയി. പിന്നെയാണ് ആളുകൾക്ക് അറിഞ്ഞത് വലിയൊരു മഹാത്മാവാണ്. അദ്ദേഹം എന്തിനിങ്ങനെ ചെയ്തു എന്നറിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹത്തിനെ ഒന്ന് ചികിത്സിച്ചൊക്കെ ഒന്ന് ഭേദമായപ്പോ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ ജിലേബി വലിയ ആശയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈരാഗ്യമുണ്ടായി എല്ലാം വിട്ടു ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇത്ര വർഷമായിട്ടും ഈ ജിലേബി തിന്നാനുള്ള ഈ ആസക്തി ഉള്ളെന്ന് ഇനിയും പോയിട്ടില്ല. അത് ഇന്നത്തോടെ പോയി. അതിനു വേണ്ടിയിട്ട് അത്ര ചെയ്ത് അത് ഇന്നത്തോടെ പോയി എന്നാണ്. അതിനുള്ള രുചി ഇപ്പോഴും നിൽക്കണു, അത് പോയി എന്നാണ്. അപ്പോ നാക്ക്, കുരങ്ക, മാതങ്ക, പതങ്ക, മീന്, ആന സ്പർശം. സ്പർശത്തിലുള്ള സുഖം കാരണം തന്നെ ആന കുഴിയിൽ വീഴുന്നു. അതുപോലെ സ്പർശസുഖത്തിന് അടിമപ്പെട്ട് കുരങ്ക, മാതങ്ക, പതങ്ക, മീന, ഭൃങ്ക. തേൻ വണ്ട് മൂക്കിനടിമ, പുഷ്പത്തിന്റെ സുഗന്ധം. ആ പുഷ്പത്തിൽ തേൻ കുടിച്ചിരിക്കുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകും. അതുമാത്രമല്ല, എത്രയോ ഇടത്തുനിന്ന് തേൻ ശേഖരിച്ചു കൊണ്ടുവന്ന് വെക്കും, മറ്റാരെങ്കിലും എടുത്തോണ്ട് പോകും. ഇതുപോലെ ചിലര് ജീവിതം മുഴുവൻ പണം ശേഖരിക്കും, വേറെ ആരെങ്കിലും ഉപയോഗിക്കും. ഈ വണ്ടിനെ കൊല്ലുകയും ചെയ്യും, തേനീച്ചയെ കൊല്ലുകയും ചെയ്യും. ഇതുപോലെ തേനീച്ചയിൽ നിന്ന് അങ്ങനെ ഒരു പാഠം പഠിച്ചു. വേറെ ഒരു പാഠം, തേനീച്ച പല പുഷ്പങ്ങളിൽ നിന്ന് തേൻ എടുക്കണ പോലെ ശാസ്ത്രങ്ങളിൽ നിന്നും സത്സംഗത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അല്പമായിട്ട് സാരം ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഈ 5 പേരിൽ നിന്നും ഓരോന്ന് പഠിച്ചു. ഇങ്ങനെ പിങ്കള എന്ന് പറയുന്ന ഒരു വേശ്യ, അവളിൽ നിന്ന് പഠിച്ച പാഠം, ഈ പിങ്കള ഈ ജീവനാണ്. അനേകം പേരെ ആശ്രയിക്കുക, അതാണല്ലോ നീചവൃത്തി. അതുപോലെ ഈ ജീവൻ അനേക വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ നിന്ന് സുഖം കിട്ടും, ഇതിൽ നിന്ന് സുഖം കിട്ടും, പല വസ്തുക്കളിലും സുഖം കിട്ടും എന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിങ്കളയുടെ വൃത്തി. അതേപോലെ ഈ ജീവനും പല ഇന്ദ്രിയങ്ങളിലൂടെയും അനേക വസ്തുക്കൾ കിട്ടുന്നു, ഉള്ളിലുള്ള ഏക വസ്തുവിനെ വിട്ടിട്ട് അലഞ്ഞുകൊണ്ടിരിക്കും. ഈ പിങ്കള അവസാനം വൈരാഗ്യമുണ്ടായിട്ട് പറഞ്ഞു, സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാ. എന്റെ ഹൃദയത്തിലുള്ള രമണനെ വിട്ട്, സന്തം സമീപേ രമണം രതിപ്രദം, ആത്മാവായിട്ടുള്ള രമണനെ വിട്ട് വെളിയിലുള്ള വസ്തുക്കളൊക്കെ എന്നെ സുഖിപ്പിക്കും എന്ന് പറഞ്ഞ് അലഞ്ഞുകൊണ്ടിരുന്നുവല്ലോ ഞാൻ. വിത്തപ്രദം, അതിൽ നിന്ന് സുഖം കിട്ടും, ധനം കിട്ടും എന്ന് അലഞ്ഞുവല്ലോ. ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് ആത്മനാ രമണേന വൈ. ആ പിങ്കള പറയണു, ഞാനും മഹാലക്ഷ്മിയും സമം. അവൾക്ക് എന്ത് ധൈര്യം ഇങ്ങനെ പറയാന്ന് വെച്ചാൽ, അവൾ പറയണത്, ഇത്രകാലം ശരീരത്തിനെ വിറ്റ് ഭോഗം വാങ്ങിച്ചു, ഇപ്പൊ ഞാൻ എന്നെയേ വിറ്റ് ഭഗവാനെ വാങ്ങിച്ച് ഹൃദയമാവുന്ന അറയിൽ ഞങ്ങൾ വസിക്കാൻ പോവുകയാണ്. മഹാലക്ഷ്മി വിഷ്ണുവിനെ പിരിയാത്ത പോലെ ഞാൻ ഇനി ആത്മാവിനെ വിട്ട് പിരിയില്ല. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം അഥ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ആശയെ മുഴുവൻ ഛേദിച്ചു കളഞ്ഞ് പിങ്കള സുഖമായിട്ട് ഉറങ്ങിയത്രേ. ഭട്ടതിരി പറഞ്ഞു, ഗുരുവായൂരപ്പ, നിരാശഃ സുപ്യാം പിങ്കളാവൻ നിരാശഃ സുപ്യാം ഭർത്തവ്യയോഗാത്. പിങ്കളയെ പോലെ ഭഗവാനെ ഞാനും സുഖമായിട്ട് ഉറങ്ങുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അടുത്തത് ഒരു കൊച്ചുകുട്ടിയെ ഗുരുവായിട്ടെടുത്ത് മാനാപമാന ചിന്തയില്ലാതെ സുഖമായിട്ട് വിഹരിക്കാം. ഒരു അമ്മയും അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ കുട്ടി എത്ര സ്വതന്ത്രമായിരിക്കുമോ അതുപോലെ വർത്തേയ ത്യക്തമാനഃ സുഖമതി ശിശുവത് നിസ്സഹായശ്ചരേയം കന്യായ ഏകശേഷോ വലയൈവ വിഭോ വർജിതാന്യോന്യ ഘോഷ. കുട്ടിയിൽ നിന്നും സ്വാതന്ത്ര്യം, പരിശുദ്ധി ഇതൊക്കെ പഠിച്ചു. ഒരു കന്യകയിൽ നിന്നും ഏകമായി സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. കന്യക അരി കുത്തണത് കണ്ടു, അരിയിടിക്കുന്നത് കണ്ടു, കയ്യിലുള്ള വള ശബ്ദം ഉണ്ടാക്കണം. അപ്പൊ കയ്യിലുള്ള വളകളൊക്കെ ഓരോന്നായി അഴിച്ചു മാറ്റിയപ്പോ 2 വള മാത്രമായി. ഈ 2 വളയായപ്പോഴും ശബ്ദം, അതും അഴിച്ചു മാറ്റി ഓരോ വളയായപ്പോ ശബ്ദമില്ല. അപ്പോ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് വെച്ചാൽ, ധ്യാനിക്കാനിരിക്കുമ്പോൾ അനേകം പേരായിട്ട് കൂടിയിരുന്ന് ധ്യാനിച്ചാൽ ശരിയാവില്ല.
അപ്പോ ആത്മവിചാരം ചെയ്യുന്നവർ, ഭഗവത് വിചാരം ചെയ്യുന്നവർ ഏകയേവ ചരേത് തസ്മാത് കുമാരിയായിവ കങ്കണ. താൻ തനിച്ച് ഏകാന്തത്തിലിരിക്കണം. ഇല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, വർത്തമാനം പറയും. ഒരുപാട് ആളുകളാണെങ്കിൽ കലഹം, രണ്ടുപേരാണെങ്കിൽ വാർത്ത. ധാരാളം ആളുകളാണെങ്കിൽ കലഹം ഉണ്ടാവും, രണ്ടുപേര് മാത്രമാണെങ്കിൽ വർത്തമാനം പറയാൻ തോന്നും. ഇങ്ങനെ അതൊന്ന് പഠിച്ചു. ഒരാൾ അമ്പുണ്ടാക്കുന്നത് കണ്ടു ഏകാഗ്രമായിട്ട്. അടുത്തുകൂടെ വലിയൊരു രാജാവിന്റെ അകമ്പടിയോടുകൂടെ രാജാവ് പോണത് കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് അറിഞ്ഞില്ല. ഇതുപോലെ ഏകാഗ്രതയോടെ ഭഗവത് ഭജനം ചെയ്യണം എന്ന് പഠിച്ചു. ഭ്രമരം, എട്ടുകാൽ ചിലന്തി വല കെട്ടണ പോലെ സർവേശ്വരൻ കൃപാവല കെട്ടും. എന്നിട്ട് ചിലന്തി ആ വലയ്ക്കുള്ളിൽ പ്രാണികളെ കൊടുക്കണ പോലെ സർവേശ്വരൻ ജീവനെ കൃപാവലയിൽ കുടുക്കി തന്നോട് ചേർക്കും. ചിന്തിത്ത് അരുൾപട ചിലന്തി പോൽ കട്ടി ശിറയിട്ട് ഉണ്ടനൈ അരുണാചലം. ഭഗവാൻ രമണ മഹർഷി പാടി, ഹേ അരുണാചല, അവിടുന്ന് കൃപയാവുന്ന വല കെട്ടി ഒരു ചിലന്തിയെ പോലെ. എന്നിട്ട് അതില് ഞാൻ കുടുങ്ങിയപ്പോ ആ വല പതുക്കെ ചുരുക്കി ഈ പ്രാണിയെ ചിലന്തി വിഴുങ്ങുന്ന പോലെ ഭഗവാൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അതേപോലെ ചിലന്തി വല കെട്ടുന്ന പോലെ തന്നെ സർവേശ്വരൻ ജഗത് സൃഷ്ടി നടത്തുന്നു. ഒരു പാമ്പ് എലി ഉണ്ടാക്കിയ മാളത്തിൽ കയറി ഇരിക്കണ പോലെ സന്യാസികൾ എവിടെയെങ്കിലും ഗുഹയിലും സത്രത്തിലൊക്കെ ഇരുന്ന് കഴിച്ചു കൂട്ടണമെന്ന് പഠിച്ചു. ഭ്രമരം, വേട്ടാവളിയൻ, അത് ചെറിയ പ്രാണിയെ കൊണ്ട് ഉള്ളിൽ വെച്ചിട്ട് അത് ആ പ്രാണി ഈ ഭ്രമരത്തിനെ ചിന്തിച്ച് ചിന്തിച്ച് ഭ്രമരമായിട്ട് തീരും. അതുപോലെ ഈ ജീവനും ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ത്വച്ചിന്താ സാതത്യശാലി ത്വച്ചിന്താ ത്വത്സ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയെ പേശകാരാത്. ഭ്രമരത്തിൽ നിന്ന് ഇത് പഠിച്ചു. ഇങ്ങനെ 24 ഗുരുക്കന്മാര്. അവസാനത്തെ ഗുരു ശരീരമേ ഗുരു. വിഡ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരഹായോ വിവേകം വിരക്തിം ദത്തേ സഞ്ചിന്യമാനഃ മമതു ബഹുരുചാ പീഡിതോയം വിശേഷാത്. ഗുരുവായൂരപ്പ, ഈ ശരീരം വിഡ്ഭസ്മാത്മാ, വിട്ടെന്ന് വെച്ചാൽ മലം, മലഭാണ്ഡം. ഭസ്മം എന്ന് വെച്ചാൽ അവസാനം കത്തി ചാരമാവാൻ പോണത്. ഈ മലഭാണ്ഡമായ ശരീരം അതുവേ ഒരു ഗുരു. എന്താന്ന് വെച്ചാൽ ചിന്തിക്കുമ്പോൾ വിരക്തി ഉണ്ടാക്കണം, അതുകൊണ്ട് അതൊരു ഗുരു. ശരീരത്തിനെ നല്ലവണ്ണം ചിന്തിച്ചു നോക്കിയാൽ തന്നെ വൈരാഗ്യം ഉണ്ടാകും മനുഷ്യന്. ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു, ഈ ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വിരക്തി വരാത്തവന് വേറെ ഒന്നുകൊണ്ടും വിരക്തി വരില്ല. ഭഗവാൻ കൃപ കൊണ്ട് ഒരു തോല് പൊതിഞ്ഞു തന്നിരിക്കണു, ഇല്ലെങ്കിൽ കയ്യിൽ വടിയെടുത്ത് നടക്കണം, കാക്കകൾ പുറകെ ഓടിക്കും. മലമാംസമയം വപുഹു. അപ്പൊ ഇത് പറഞ്ഞു ഭട്ടതിരി പറഞ്ഞു, ഗുരുവായൂരപ്പ, ഇത്ര നേരം ശരീരത്തിലെ വ്യാധി മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ച ആള് ഇപ്പൊ പറഞ്ഞു ശരീരബോധത്തിനെ എടുത്ത് കളയുക, ദേഹാഭിമാനം എടുത്ത് കളയുക. ഹീ ഹീ മേ ദേഹമോഹം ത്യജ പവനപുരാധീശയത് പ്രേമഹേതോഃ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാഃ ത്വത്പദം വിസ്മരന്തി സോയം വന്നേഷു നോ വാ പരമിഹ പരതഃ സാമ്പ്രതം ച അക്ഷികർണത്വജിഹ്വാദ്യാ വികർഷന്തി അവശമതയിതഃ കോപി ന ത്വത്പദാബ്ജേ. ഹീ ഹീ മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യത് പ്രേമഹേതോഃ. ഗുരുവായൂരപ്പ, ഹീ ഹീ മേ ദേഹമോഹം, ശക്തമായ വാക്ക്. ദേഹത്തിനോടുള്ള മോഹത്തിനെ എടുത്തു കളയൂ. ഇതിനോടുള്ള മോഹം കാരണം ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാഃ, വീട്, അതുപോലെ പണം, പത്നി, പുത്രൻ, ഇതിലൊക്കെ വിവശിതാഹ, വീണുപോയിട്ട് ത്വത്പദം വിസ്മരന്തി, പ്രഭുവിനെ മറക്കണം, ഭഗവാനെ മറക്കണം. എന്നാ ഈ ശരീരം ശാശ്വതമായിട്ട് അങ്ങനെ നിൽക്കുവോ? അതൊട്ട് നിൽക്കൂല്ല. നിർത്തണം എന്ന് വിചാരിച്ചാലും സാധിക്കില്ല. എന്തെങ്കിലും ഒരു ദിവസം അത് വീണുപോകും,
നിർത്തണമെന്ന് വിചാരിച്ചവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പണ്ട് ഒരു 150-100 വർഷം മുമ്പ് കുംഭകോണത്തില് ഒരു യോഗി മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചു. വളരെ പ്രസിദ്ധമായ കഥ. മരിക്കാതിരിക്കാനുള്ള മരുന്ന്. ആ മരുന്ന് കഴിച്ചാൽ മരിക്കില്ല എന്നാണ്. ഒരുപാട് പേര് നേരത്തെ ബുക്ക് ചെയ്തു വെച്ചു അത്ര. ആ മരുന്ന് ആദ്യമായിട്ട് ആനി ബെസന്റിന് കൊടുക്കാനാണ് അത്ര തീരുമാനിച്ചത്. ഒക്കെ തീരുമാനിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് കുംഭകോണത്തിൽ ഒരു അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം വൈകുന്നേരം 5:30 മണിക്ക് അവിടുത്തെ വലിയ ആളുകളൊക്കെ വന്നു കൂടി. എല്ലാം കൂടിയിട്ട് 5:30 മണിക്ക് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എല്ലാം തീരുമാനിച്ച് 5:30 5:45 6 മണിയായി. യോഗി എത്തിയില്ല. നോക്കുമ്പോ അന്വേഷിച്ചു പോയപ്പോ അദ്ദേഹം ഒരു 5 മണിയാവുമ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ്. മരിക്കാതിരിക്കാൻ മരുന്ന് കണ്ടുപിടിച്ച ആള് മരുന്ന് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് മരിച്ചു. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇതിനെ മരിക്കാതെ ആർക്കും വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ. അങ്ങനെയുള്ള ഈ ശരീരം ശാശ്വതമല്ലാത്ത ശരീരത്തിൽ ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല. നമ്മുടെ ശരീരം എന്ന് പറയാമെന്നല്ലാതെ സൂക്കേട് വരാതിരിക്കാൻ പറ്റില്ല. അത് സുഖമായിട്ട് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ. യാതൊന്നും വയ്യ. അങ്ങനെയുള്ള ശരീരത്തോടുള്ള പ്രേമം കാരണം ഗേഹെ വീട്ടിലും വിത്തെ പണത്തിനോടും എല്ലാം ബന്ധപ്പെടുന്നു. ത്വത്പദം വിസ്മരന്തി, ഭഗവാനെ മറന്നുകളയും. ഈ ശരീരത്തിനെ സ്വന്തമെന്ന് കരുതി ഏത് സ്വന്തമോ അതിനെ മറന്നു, ഏത് സ്വന്തമല്ലയോ അതിനെ സ്വന്തം എന്ന് കരുതി. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. ഭഗവാൻ ജീവഭൂതനായിട്ട് ഉള്ളിലിരിക്കണു, ഭഗവാനെ മറന്നു. എന്നിട്ട് ത്വത്പദം വിസ്മരന്തി. ഈ ശരീരമോ ഒന്നില് അഗ്നിയിലിട്ട് എരിക്കും, ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും. ആർക്കെങ്കിലും വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിലോ ശുനഹ, നായ കടിക്കും, കഴുകൻ കടിക്കും, കൊത്തി വലിക്കും. അത്രയേ ഉള്ളൂ ഈ ശരീരം. പട്ടണത്താർ ഒരു പാട്ടിൽ പാടി, ഒരു വലിയ വ്യാപാരിയുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ പോയപ്പോ വ്യാപാരി ഭിക്ഷ കൊടുത്തില്ല. 2 പേര് അടുത്ത് നിന്ന് വലിയ കൊടവയറുണ്ട്, എണ്ണയിട്ട് ഒഴിയാണത്രേ കൊടവയർ. അപ്പോ സന്യാസി വന്ന് നിൽക്കുന്ന സന്യാസിയെ കളിയാക്കി. അദ്ദേഹം ഒട്ടിയ വയറോടെ നിൽക്കണം. സന്യാസിയെ കളിയാക്കിയപ്പോ സന്യാസി പറഞ്ഞു, പട്ടണത്താർ പാടി, ചട്ടിയാർ തൊപ്പൈ തനതണ്ടിറുക്ക് നായും നരിയും തനതണ്ടിറുക്ക്. ഇദ്ദേഹം തൊപ്പയെന്ന് വെച്ചാൽ കൊടവയറ് തന്റേന്ന് വിചാരിച്ച എണ്ണയിട്ട് ഒഴിയിപ്പിക്കണു. നായും നരിയും കഴുകനും കുറുക്കനും ഒക്കെ വന്ന് എത്തി നോക്കിയിട്ട് പോണു അത്ര. എപ്പോഴാ ഇയാൾ തല പടം വിടാൻ പോണത്? നമുക്ക് നല്ല ആഹാരം തയ്യാറായിക്കൊണ്ടിരിക്കണമെന്നാണ്. വന്നേഹേ ശുനഹാവാ, നായോ കഴുകനോ അഗ്നിയോ ഒക്കെ സ്വന്തം. ഈ ശരീരം അവർക്കൊക്കെയാണ് സ്വന്തം. അങ്ങനെയുള്ള ശരീരത്തിന് ജീവനുള്ളപ്പോഴെങ്കിൽ നമുക്ക് സ്വന്തം ഉണ്ടോന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഓരോ വശത്തേക്ക് വലിക്കണം. കണ്ണൊരു വശത്തേക്ക്, ചെവി ഒരു വശത്തേക്ക്, മൂക്കൊരു വശത്തേക്ക്, നാക്കൊരു വശത്തേക്ക്. ത്വത്പദം ഒന്നുപോലും ഭഗവാന്റെ അടുത്തേക്ക് വലിക്കണില്ല. അതുകൊണ്ട് ഈ ദേഹാഭിമാനം ഇല്ലാതാക്കണം ഭഗവാനെ. ദേഹാഭിമാനം ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ ഭക്തിയെങ്കിലും തരണം. ഒരുപക്ഷെ അതിന് യോഗ്യതയില്ല എന്ന് പറയുകയാണെങ്കിൽ, ദുർവാരോ ദേഹമോഹോ യതി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരു തവ പദ പങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്തെ സമധിഗതമിദം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്ത വിഷയരസേ മാമാക്ഷിപ പാഹി മാം മാരുദേശ. ദുർവാരോ ദേഹമോഹോ യതി പുനരധുനാ. ഈ ദേഹമോഹം നീക്കാൻ ഇപ്പോ യോഗ്യതയില്ലെങ്കിൽ നിശേഷരോഗാൻ ഹൃത്വ, രോഗത്തിനെയൊക്കെ മാറ്റിത്തരണം. എന്തിനാ രോഗത്തിനെ മാറ്റിത്തരണത് എന്ന് വെച്ചാൽ ഭോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഭഗവത് ഭജനം ചെയ്യാനായിട്ട്. ഭക്തിം ദൃഢിഷ്ടാം കുരു, ദൃഢമായ ഭക്തിയെ തരൂ. ആ ഭക്തി സാധനകളായ പ്രദക്ഷിണം, നമസ്കാരം, ജപം, സങ്കീർത്തനം ഇതൊക്കെ ചെയ്യാനായിട്ട് ശരീരത്തിന് ആരോഗ്യം തരൂ. ത്വത്പദ പങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്തെ സമധിഗതമിതം. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം
കിട്ടിയിട്ടുള്ള മുക്തിദം വിപ്രദേഹം, മുക്തിക്ക് യോഗ്യമായ ഈ ബ്രാഹ്മണ ശരീരം. ഈ ബ്രാഹ്മണ ശരീരം ചോദിച്ചു കിട്ടിയതല്ല, എങ്ങനെയോ കിട്ടി. അതിനെ വീണ്ടും വിഷയരസത്തിൽ തള്ളിക്കളയരുത്. ക്ഷുദ്രേഹാഹന്ത വിഷയരസേ മാമാക്ഷിപ്. ഒരു ഭക്തൻ പാടി, ഭഗവാനെ അടുത്തുവരെ വന്നിരിക്കണു, എന്നെ തള്ളിക്കളയരുത്. അടുത്തു വന്ന എന്നെ തള്ളലാകാതെ. മേലെ പടി കയറി മേൽപടി വരെ എത്തിയിരിക്കുന്നു, അവിടുന്ന് തള്ളിവിടരുതെന്നാണ്. ക്ഷുദ്രേഹാഹന്ത വിഷയരസേ മാമാക്ഷിപ് പാഹിമാം മാരുതേശ. അങ്ങനെ 25 ഗുരുക്കന്മാരെ കുറിച്ചും ഇവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ജീവനും ഈശ്വരനും ഭേദമില്ല, രണ്ടും ഒന്ന്. വ്യാതാർത്യാ ത്വന്മയസ്യേവ ഹി മമന വിഭോ വസ്തുതോ ബന്ധമോക്ഷവും. ബന്ധം മോക്ഷം എന്നൊക്കെ പറയണത് മാനസിക കൽപ്പനകളാണ്. ബ്രഹ്മത്തിന് എവിടെ ബന്ധം, എവിടെ മോക്ഷം? നിത്യമുക്തമാണ് ബ്രഹ്മം. യാതൊരു ബന്ധത്തിലും ബ്രഹ്മം കുടുങ്ങിയിട്ടില്ല. പക്ഷേ മായയും അവിദ്യയും, മായ കൊണ്ട് വിദ്യാവിദ്യാതനു, വിദ്യ ഉണ്ടാവുമ്പോ മോക്ഷം എന്ന് തോന്നുന്നു, അവിദ്യ ഉണ്ടാവുമ്പോ ബന്ധം എന്ന് തോന്നുന്നു. അപ്പൊ വിദ്യയ്ക്ക് വേണ്ടി യത്നിക്കണം. ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതിജ ഭിതാ താവതീ താവദേക ഭുങ്ക്തേ ദേഹദ്രുമസ്ഥ വിഷയഫലരസാൻ. ഇതൊക്കെ പറയണമെങ്കിൽ ഓരോ ശ്ലോകം ഓരോ ദിവസം പറഞ്ഞാൽ ഒരുവിധം ശരിയാവും. അല്ലെങ്കിൽ എവിടെ ഒന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് 24 ഗുരുക്കളെ പറഞ്ഞ് അവസാനിപ്പിക്കുക നിവൃത്തിയുള്ളൂ. ഇത് മാത്രമായിട്ട് പറയണം, ഏകാദശം മാത്രമായിട്ട്, അല്ലെങ്കിൽ ഈ 91ാമത്തെ ദശകം മുതലുള്ളത് മാത്രമായിട്ട് ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാം. ഒന്നിനും അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. കാര്യം ഇതാണ്, ജീവന്റെ സ്വരൂപമേ മുക്തിയാണ്. ബന്ധോ മുക്തിരിതി വ്യാഖ്യ ഗുണതോമേന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോന ബന്ധനം. മുക്തി നമ്മളുടെ സ്വരൂപമാണ്. സ്വരൂപമായ മുക്തിയെ നേടണമെങ്കിൽ ചിത്തം ശുദ്ധമാവണം. ചിത്തം ശുദ്ധമാവാൻ ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിലേ ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്താർദ്രീഭാവം ഉച്ചൈഹി വപുഷിച്ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ. ഭക്തി എന്നുള്ളത് ശാന്തഭക്തി മതി. പ്രകടന ഭക്തിയൊന്നും വേണ്ട. ഭക്തി ആരും അറിയണ്ട. ശാന്തഭക്തി, ജപം, അനുഷ്ഠാനം, ഭഗവത് ധ്യാനം, ഭഗവത് പൂജ, ആത്മവിചാരം, ജ്ഞാനത്തോട് ചേർന്ന് ഭക്തി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ജ്ഞാനത്തോടുകൂടെ ചേർന്ന് ഭക്തി വേണം. ഭക്തി എപ്പോഴും ജ്ഞാനത്തോടെ ഉണ്ടാവണം. അതിനാണ് ഭാഗവതം. ഭാഗവത ശാസ്ത്രത്തിന്റെ ഉദ്ദേശമേ ഭക്തിയെ വളർത്തലല്ല, ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്തലാണ്. എന്താന്ന് വെച്ചാൽ ഭക്തി എല്ലാവരുടെ അടുത്തും ഉണ്ട്. അത് പ്രാകൃത ഭക്തിയായിട്ടിരിക്കുന്നത് കൊണ്ട് ജ്ഞാനവൈരാഗ്യം ചേർത്താലേ ഭക്തി പൂർണ്ണമാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ജ്ഞാനവൈരാഗ്യം നോക്കണം. ഭാഗവത മാഹാത്മ്യത്തിൽ തന്നെ ജ്ഞാനവും വൈരാഗ്യവും കുട്ടികൾ എഴുന്നേൽക്കാതെ കിടക്കണു. അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഭക്തിമാതാവ് പ്രാർത്ഥിച്ചിട്ടാണ് ഭാഗവതം ചൊല്ലണത്. അപ്പോ ഉദ്ദേശം എന്താണ്? ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും എഴുന്നേൽപ്പിക്കണം. എന്നാലേ ഭക്തിമാതാവിന് സന്തോഷാവുള്ളൂ. ഭക്തിയാവുന്ന അമ്മയ്ക്ക് സന്തോഷമാവണമെങ്കിൽ ജ്ഞാനവൈരാഗ്യത്തോടെ ഭക്തി. ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് മൂന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭാഗവത മഹാപുരാണത്തിനെ ശ്രീ വേദവ്യാസ ഭഗവാൻ പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് ശാന്തമായി, ആത്മാവാണ് ഭഗവാൻ. ഭഗവാനെ എവിടുന്നും പിടിച്ചു വലിച്ചുകൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴേ ഉണ്ട്, പൂർണ്ണമായിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ ഭഗവാന്റെ അംശമാണ്. അംശം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സൂര്യന്റെ മുമ്പിൽ ഒരു കറുത്ത തുണി പിടിച്ചിട്ട് അതിലൊരു ചെറിയ ദ്വാരമിട്ടാൽ അതിലൂടെ ഒരു കിരണം വരുമ്പോ അത് അംശം. വാസ്തവത്തിൽ അത് അംശമാണോ? അല്ല. ആ ദ്വാരം എത്ര കണ്ട് വലുതാവണോ അത്ര കണ്ട് വെളിച്ചം വലുതാവും. തുണി മുഴുവൻ കീറിക്കളഞ്ഞാലോ സൂര്യനേ ഉള്ളൂ. അപ്പൊ അതുപോലെയാണ് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന എന്ന് പറയണത്. ഈശ്വരൻ നിന്നും അന്യമായി ഒന്നുമില്ല ഇവിടെ. ഈ സത്യം അറിയാൻ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിച്ച് ഭഗവത് തത്വം ഹൃദയത്തിൽ പ്രകാശിക്കണം. ഇതാണ് ഇതിനെ വിസ്താരമായിട്ട് ഏകാദശത്തിലും അതിനെ വളരെയധികം ചുരുക്കി ഒട്ടും വിട്ടുകളയാതെ ഭട്ടതിരി നാരായണീയത്തിൽ 91ാമത്തെ ദശകം മുതൽ ഇത്രയും നേരം
ഇവിടെ പറഞ്ഞു. അവസാനം 98ാമത്തെ ദശകത്തിൽ ഉപനിഷത്ത് പോലെ ബ്രഹ്മതത്വത്തിനെ സംഗ്രഹിച്ചു. ഓരോന്നും ഭാഗവതത്തിലുള്ള സ്തുതികളിൽ നിന്നൊക്കെ എടുത്ത് സംഗ്രഹിച്ചു. മുഖ്യമായി ഗജേന്ദ്രസ്തുതി, ഗജേന്ദ്രമോക്ഷത്തിലെ സ്തുതിയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് അധികമായിട്ടും. യസ്മിന്നേതത് വിഭാതം യദയിദമഭവത് യേന ചേദം യയേതത് യോസ്മാദ് ഉത്തീർണരൂപോ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാഃ നോ വിദ്യുഃ തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ആ പ്രഭുവിന്റെ ബ്രഹ്മത്തിനെ, ഉപനിഷത് സ്വരൂപമായ ബ്രഹ്മത്തിനെ ഇവിടെ പ്രകാശിപ്പിച്ചു 10 ശ്ലോകങ്ങളുകൊണ്ട്. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപി അദ്വിതീയം വപുസ്തേ. ഒരു സ്വർണത്തിനെ വളാമാല മോതിരം കിരീടം എന്നൊക്കെ പറഞ്ഞിട്ട് വേഷം രൂപം മാറ്റണ പോലെ ഒരേ ബ്രഹ്മം അനേക രൂപങ്ങൾ ധരിച്ചിരിക്കണം. ഇത് നല്ലവണ്ണം ചിന്തിച്ചാൽ അദ്വിതീയമായ വപുസ് ഗുരുവായൂരപ്പ, അദ്വിതീയമായ അവിടുത്തെ സ്വരൂപം ഇവിടെ ഇപ്പൊ തന്നെ പ്രകാശിക്കണമല്ലോ. സ്വപ്നം കാണുന്ന ആള് സ്വപ്നം വിട്ട് ഉണരുമ്പോ സ്വപ്നത്തിലുള്ളതൊക്കെ മറഞ്ഞു പോകുന്ന പോലെ അജ്ഞാനമാവുന്ന നിദ്ര വിട്ട് ഉറങ്ങുന്ന ജീവന് സർവം ബ്രഹ്മമയമായിട്ട് കാണപ്പെടുന്നു എന്ന് സ്തുതിച്ചു. അങ്ങനെ 99 ദശകങ്ങളിൽ ഭഗവാനെ സ്തുതിച്ചിട്ട് 99 വായിച്ചോ? ഇല്ല, വേദസ്തുതിയാണ് 99. അതാണ് അത് രണ്ടും കൂടെ ബാക്കി വെച്ചത്. 98ാമത്തെ ദശകം ഉപനിഷത്ത്, 99ാമത്തെ ദശകം വേദം, 100ാമത്തെ ദശകം ഭഗവാന്റെ സ്വരൂപവർണ്ണന, ഭഗവാന്റെ ദിവ്യരൂപവർണ്ണന, ഭഗവാനെ മുമ്പിൽ അങ്ങനെ കാണുന്ന വർണ്ണന. അതുകൊണ്ട് നമ്മളുടെ ഭാഗവത സപ്താഹത്തിനെ ഇതോടെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കണം. പൂർണ്ണമായും ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് നമുക്ക് മനസ്സിൽ ശാന്തിയും ആനന്ദവും ഭക്തിയും തെളിച്ചു തരട്ടെ. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഭക്തി ഉണ്ടാവട്ടെ, ജ്ഞാനം ഉണ്ടാവട്ടെ, സത്സംഗത്തിൽ മേൽക്കുമേൽ അഭിരുചി ഉണ്ടാവട്ടെ. അതിനുള്ള അവസരം ഭഗവാൻ തരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.